ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് പുതിയൊരു പഠന വിഷയത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യത്തെ ദിവസത്തിലാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇനി വലിയ താല്പര്യത്തോടു കൂടെ പഠിക്കാൻ പോകുന്നത് തിരുസഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണ്. പ്രത്യേകിച്ച് അത് പരിശുദ്ധ സൂനഹദോസിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് പഠിക്കുന്നത്. ഇത് നമ്മളെ ഒത്തിരി വിധത്തിൽ സഹായിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. അത് നമ്മളെ കുറച്ചുകൂടെ തിരുസഭയുടെ ആരാധനാക്രമം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ആരാധനാക്രമം അതെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. പരിശുദ്ധ സഭ ഇതെങ്ങനെയാണ് ഈ ആരാധനാക്രമത്തെ നമുക്ക് നൽകുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കും. അങ്ങനെ തുടങ്ങി ഒരു ക്രൈസ്തവന്റെ അടിസ്ഥാനം എന്താണെന്ന് കണ്ടെത്താൻ അത് സഹായിക്കും. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം ഓർക്കണം, പരിശുദ്ധ സഭ അടിസ്ഥാനപരമായ ഒരു ആരാധനാ സമൂഹമാണ്. അഭിനന്ദ പിതാവ് അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് സംസാരിച്ചിരുന്നു. തിരുസഭ അടിസ്ഥാനപരമായ ഒരു ആരാധനാ സമൂഹമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? തിരുസഭ വെറുതെ ഒരു ആൾക്കൂട്ടമല്ല, തിരുസഭ വെറുതെ ഒരു മതമല്ല, തിരുസഭ വെറുതെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ അല്ല, എന്ന് പറഞ്ഞാൽ കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. പല ആളുകളുടെയും വിചാരങ്ങൾ അങ്ങനെയൊക്കെയാണ്. ആളുകൾ ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് ചില ആളുകളൊക്കെ പറയില്ലേ, എന്തിനാ ഞങ്ങൾക്ക് സാമ്പത്തികമായ പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സഭയിൽ ജീവിക്കുന്നത്? സഭയുടെ ആശുപത്രി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പൈസയൊന്നും കിട്ടുന്നില്ല, ഇളവൊന്നും കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് ഈ സഭയിൽ നിലനിൽക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് കൂടി കഷ്ടപ്പെടുവാണെന്നുണ്ടാക്കിയ സ്കൂള്, അതിനകത്ത് അഡ്മിഷൻ ചെല്ലാൻ വേണ്ടി ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്, പിന്നെ എന്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പലപ്പോഴും സഭയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ, എന്ന് പറഞ്ഞാൽ വൈദികരായ ഞങ്ങളും നമ്മളെല്ലാവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ വലിയ പരിധി വരെ നമ്മൾ സഭയെ കാര്യമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പല ആളുകൾക്കും തിരുസഭയെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെയൊക്കെ സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ, ഒത്തിരി നന്മകൾ ചെയ്യുന്ന പരോപകാര പ്രവൃത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം. കുറെ ആളുകൾക്ക് ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന്റെ സ്ഥലമാണ്, പള്ളികളിലൊക്കെ ഒരുമിച്ച് കൂടും. ചിലർക്ക് ഒരു വിശ്വാസ സമൂഹമൊക്കെയാണ്, ഒരു ദൈവത്തിന്റെ ജനം ഒരു വിശ്വാസ സമൂഹമൊക്കെയാണ്. വലിയ ശതമാനം ആളുകൾക്കും ഇറ്റ്സ് അനദർ റിലീജിയൻ, മറ്റു പോലെ മറ്റു മതങ്ങളെ പോലത്തെ ഒരു മറ്റൊരു മതം. ഇങ്ങനെയൊക്കെയാണ് ഒത്തിരി ആളുകൾ തിരുസഭയെ ധരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ സഭ യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ്, നമ്മൾ എന്തിനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ അടിസ്ഥാനപരമായി ആരാധനാ സമൂഹമാണ് എന്നാണ്. ദൈവാരാധനയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന, ദൈവാരാധനയിലായിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. മിശിഹ പരിശുദ്ധ സഭയെ സ്ഥാപിച്ചതും അങ്ങനെയാണ്. കർത്താവ് പഠിപ്പിച്ചു തുടങ്ങി, ജനം മുഴുവനും കർത്താവിന്റെ പിന്നാലെ വന്നു, അനേകം ശിഷ്യഗണങ്ങളുണ്ടായി. അവരിൽ നിന്ന് കർത്താവ് 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തു, അവർക്ക് പൗരോഹിത്യത്തിന്റെ കൃപകൾ നൽകി. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. ലൂമൻ ജൻസിയ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു. കർത്താവ് ഈ 12 പേരെ തെരഞ്ഞെടുത്ത് അവരെ വെറും നേതാക്കന്മാരായിട്ടല്ല വാഴിക്കുന്നത്, അവരെ കർത്താവ് നിയമിക്കുന്നത് പുരോഹിതരായിട്ടാണ്. മിശിഹായുടെ നിത്യ പൗരോഹിത്യത്തിന്റെ തുടർ ജീവിക്കുന്ന ആളുകളായിട്ടാണ് കർത്താവ് ഈ അപ്പസ്തോലന്മാരെ, ശ്ലീഹന്മാരെ നിയമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്ലൈഹിക സഭയുടെ അടിസ്ഥാന സ്വഭാവം അത് ഒരു ആരാധന സമൂഹമായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ വെറുതെ നേതാക്കന്മാരാക്കുന്നതിന് പകരം കർത്താവ് ഈ 12 പേരെ മിശിഹായുടെ നിത്യ പൗരോഹിത്യത്തിൽ പങ്കുചേർത്തത്. അവരുടെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ ഏറ്റവും പൂർത്തിയാകുന്ന ഘട്ടം, ക്രമാനുക്രമമായിട്ടാണ് കർത്താവ് അവരെ പൗരോഹിത്യത്തിലേക്ക് നയിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം നമ്മൾ ഇന്ന് പറയുന്ന കുർബാനപ്പട്ടം കൊടുക്കൽ ക്രമമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് കർത്താവ് ഈ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് അന്ത്യത്താഴ സമയത്തേക്ക് പോവുകയും അവിടെ വെച്ച് കർത്താവ് തൻ്റെ ശരീരരക്തങ്ങൾ അവർക്ക് കൊടുക്കുകയും, തീർന്നില്ല, ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ ഈ കൂദാശ പരികർമ്മം ചെയ്യാനുള്ള അധികാരം ഫലമേൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇവരെ ഈ 12 പേരെ നേതാക്കന്മാരായിട്ട് വെക്കുന്നതിനേക്കാൾ അവരെ തൻ്റെ പൗരോഹിത്യത്തിന്റെ പങ്കാളികളായിട്ട് നിയമിച്ചത്. അപ്പൊ സ്വാഭാവികമായും പൗരോഹിത്യം എന്തിനുള്ളതാണ്? അത് ബലിയർപ്പണത്തിനും ദൈവാരാധനയ്ക്കും ഒക്കെ ഉള്ളതാണ് പൗരോഹിത്യം എന്ന് നമുക്കറിയാം. അപ്പൊ ആ പൗരോഹിത്യമാണ് കർത്താവ് തൻ്റെ ശ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്തത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ സഭ അടിസ്ഥാനപരമായി എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ, തിരുസഭ
ദൈവ ആരാധനയ്ക്കുള്ളതാണ്. ദൈവ ആരാധനയുടെ വക്താക്കളാണ് അഥവാ നേതാക്കന്മാരാണ് വൈദികർ. അതുകൊണ്ടാണ് പവിത്ര ശരീരമാകുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സവിശേഷ അവയവങ്ങളായി അവിടുന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്തു എന്നൊക്കെ. ഇത് ശരിക്കും ഗ്രഹിക്കാനായിട്ട് പരിശുദ്ധ കുർബാനയിൽ കാർമികൻ രഹസ്യമായി ചൊല്ലുന്ന, താഴ്ന്ന സ്വരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ, നിങ്ങളുടെ ഒരു കുർബാന പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയാൽ ആ പ്രാർത്ഥനകളെല്ലാം ഉണ്ടല്ലോ, പൗരോഹിത്യം തങ്ങളെ ഭരമേൽപ്പിച്ച അതിനെ ഓർത്തുള്ള പ്രാർത്ഥനകളാണ് ഇതിനകത്ത് മജോറിറ്റി ഭാഗവും. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ അർത്ഥമാക്കുന്നത് നമ്മളൊരു പുരോഹിത ഗണമാണ് എന്നാണ്. പുരോഹിത ഗണമാണ്. വൈദികര് ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. ദൈവജനം മുഴുവനും തന്റെ പൊതു പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. പൊതു പൗരോഹിത്യത്തിൽ പങ്കുചേരും. അത് മാമോസ പൗരോഹിത്യമാണ്. മാമോദിസ പൗരോഹിത്യം സ്വീകരിച്ചവരാണ് എല്ലാവരും ഞങ്ങളും. ഇനി ഞങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് എന്താണുള്ളത്? അതോടുകൂടെ ഞങ്ങൾ ശുശ്രൂഷ പൗരോഹിത്യം കൂടെ സ്വീകരിക്കുന്നു. ഈ ശുശ്രൂഷ പൗരോഹിത്യം അത് ദൈവാരാധനയുടെ ശുശ്രൂഷയുടെ പൗരോഹിത്യമാണ്. പലപ്പോഴും ആളുകൾ കരുതാറുള്ളത് പോലെ ദൈവജനത്തെ ശുശ്രൂഷിക്കാനുള്ള പൗരോഹിത്യതല്ല, പകരം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പൗരോഹിത്യമാണ്. വലിയ പരിധി വരെ ഒത്തിരി ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഞങ്ങൾക്കാണ് രാജകീയ പൗരോഹിത്യം ഉള്ളത്, രാജകീയ പൗരോഹിത്യമുള്ള ഞങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുന്നതെന്നൊക്കെ വിചാരിക്കാറുണ്ട് ആളുകൾ. ഇഷ്ടം പോലെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. അത് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പൗരോഹിത്യമാണ്. ദൈവജനത്തിന് വേണ്ടിയാണത്. ഒപ്പം അവർക്ക് വേണ്ടി ദൈവിക ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തിന്റെ ശുശ്രൂഷകരാണവർ. അതുകൊണ്ട് ദൈവിക ശുശ്രൂഷ പൗരോഹിത്യമാണ് അവർ സ്വീകരിക്കുന്നത്. അത് മിശിഹായുടെ സ്ഥാനത്ത് നിന്ന് ബലിയർപ്പിക്കാൻ, തന്നെ ബലിയർപ്പിച്ച, ഒരേ സമയം ബലിവസ്തുവും ബലിയർപ്പകനുമായ മിശിഹായുടെ സ്ഥാനത്ത് നിന്ന്, മിശിഹായുടെ വ്യക്തിത്വത്തിൽ നിന്ന് കർത്താവിന്, പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന കാർമികനാണ് ഈ നമ്മുടെ കൂടെയുള്ള വൈദികരെല്ലാവരും. അവരുടെ ബലിയർപ്പണത്തിന്റെ അർത്ഥം അതാണ്. മിശിഹായുടെ സ്ഥാനത്ത് നിന്ന് പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് അതിന്റെ രൂപവും അതിന്റെ നിപ്പും ഒക്കെ ആ ക്രമത്തിലായിരിക്കുന്നത്. പിതാവിന് ബലിയർപ്പിക്കുന്ന പുത്രനാണ്, പുത്രന്റെ പൗരോഹിത്യമാണ് ഈ വൈദികർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നതിൻ്റെയൊക്കെ നക്ഷൽ എന്നു വെച്ച് കഴിഞ്ഞാൽ, തിരുസഭ അടിസ്ഥാനപരമായി ആരാധനാ സമൂഹമാണ്. അതുകൊണ്ട് ആരാധന എന്താണ്, ആരാധനാ ക്രമം എന്താണ്, അതിൽ എന്തൊക്കെയാണ് ഉൾച്ചേർന്നിരിക്കുന്നതെന്ന് അറിയുന്നത് നമ്മൾ എന്തിനൊക്കെ സഹായിക്കുന്നറിയോ? ഒന്ന്, തിരുസഭയും അതിൽ നമ്മൾ ആരാണെന്നും മനസ്സിലാകാൻ സഹായിക്കും. വെറുതെ ആ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കാനല്ല, പകരം ഈ സഭ തന്നെ എന്താണ്, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഈ തിരുസഭയുടെ ആരാധനാ ക്രമത്തെക്കുറിച്ചുള്ള ധാരണ നമ്മളെ സഹായിക്കും. എന്ന് വെച്ചാൽ അതാണ് ഫണ്ടമെന്റലി വാട്ട് ഇസ് ചേർച്ച് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. അത് ആരാധനാ സമൂഹമാണ് എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ആരാധനാ സമൂഹം ആയിരിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ തിരുസഭ ആയിരിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്, ഈ പരിശുദ്ധ സഭയിൽ നമ്മുടെ ദൗത്യം എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായ ആരാധനാ സമൂഹമാണെങ്കിൽ ദൈവാരാധനയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ ഏതു വിധത്തിലാണ് ആരാധന നിർവഹിക്കേണ്ടത്? അതെന്റെ പേഴ്സണൽ പ്രയർ ആണോ, അതോ ആരെങ്കിലും എഴുതിയ കുറച്ച് പ്രാർത്ഥനകൾ ഉരുവിടുന്നതാണോ, കുറച്ച് പാട്ടൊക്കെ പാടുന്നതാണോ, അതിന്റെ അപ്പുറത്ത് എന്താണ് എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഒരു സാധാരണ സമൂഹത്തിലേക്ക്, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് നോക്കിയാൽ വലിയ ശതമാനം ആളുകൾക്കും ഈ ആരാധനാ ക്രമത്തെക്കുറിച്ചുള്ള അറിവ്, ബോധ്യം വളരെ കുറവാണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ, ചില രൂപതകളിലൊക്കെ കൂടുതൽ ആരാധനാക്രമ പരിശീലനമൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് കൂടുതൽ അറിയാം. പക്ഷെ പൊതുസമൂഹത്തിലൊക്കെ വളരെ 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 പരിമിതമാണ്. വെറുതെ ഇങ്ങനെ ഒരാളോട് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് അറിയാൻ വേണ്ടി ചോദിക്കാറുണ്ട്, നമ്മുടെ കുർബാനക്രമമൊക്കെ ആരാ എഴുതിയത് എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ ആബേലച്ചനാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കാണും. എന്ന് വെച്ചാൽ ഒരു ശ്ലൈഹിക പാരമ്പര്യത്തിൽ മിശിഹായുടെ കാലം മുതലുള്ള ആ കൂദാശകളുടെ പരിശുദ്ധാത്മാവ് ആദിമ നൂറ്റാണ്ടിൽ തന്നെ വികസിപ്പിച്ച ആ ശ്രേഷ്ഠമായ പാരമ്പര്യത്തിന്റെ പുനരനുഭവമാണിത് എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ധാരാളമുണ്ട്. കുറെ ആളുകളെ സംബന്ധിച്ച് ഈ ആരാധനക്രമം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാട്ടുകൾ, കുറച്ച് പ്രാർത്ഥനകൾ, അപ്പൊ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു 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 സോളം പരിപാടി, ചില പ്രാർത്ഥനകളൊക്കെ അച്ഛൻ ചെല്ലും, ഇപ്പൊ നമ്മൾ കുറച്ച് പാട്ടൊക്കെ പാടും, ചില കുറച്ച് പാട്ട് അച്ഛൻ പാടും, ഇങ്ങനെ കുറച്ച് പാട്ടും പ്രാർത്ഥനയൊക്കെ കൂടി ചേർന്ന ഒരു 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 സർവീസ് ആണ് ഈ ബലിയർപ്പണമോ അല്ലെങ്കിൽ മറ്റു കൂദാശകളോ എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ആരാധനാക്രമത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, തിരുസഭ എന്താണ് എന്നൊക്കെ കൂടുതൽ അറിയാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇതുവരെ നമ്മൾ പഠിച്ച രണ്ട് പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ നമ്മൾ പഠിച്ചായിരുന്നു. രണ്ട് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിച്ചു. ഒന്ന് ലുമൻ ജെൻസിയമാണ്, തിരുസഭയെക്കുറിച്ചാണ്. രണ്ട് ദൈവവചനമാണ്, ദൈവർവമാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചും വിശുദ്ധ പാരമ്പര്യത്തെക്കുറിച്ചും കൂടെ സംയോജിതമായ വചനമാകുന്ന മിശിഹായെക്കുറിച്ച് തന്നെയുള്ളതാണ്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഡോക്യുമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്.
അത് ഇത് രണ്ടിനെയും സംയോജിപ്പിക്കുന്നതാണ്. തിരുസഭയെയും ദൈവത്തിന്റെ വചനത്തെയും മിശിഹായുടെ താഴ്ന്നിറങ്ങലിനെയും സംയോജിപ്പിക്കുന്നതാണ്. ഒപ്പം അതിന്റെ പ്രത്യുത്തരം കൂടിയാണ്. ഇനി ഈ ദൈവാരാധനയാണ് വിശ്വാസത്തിന്റെ പ്രകടനം. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പം ആ ദൈവത്തോട്, ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്നുള്ള മനുഷ്യന്റെ പ്രത്യുത്തരമാണ് ദൈവാരാധന. അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ പ്രകടനമാണ് ആരാധന. ആരാധനാക്രമത്തോട് താല്പര്യമില്ലാത്ത ഒരാൾ, ആരാധനാക്രമ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാത്ത ഒരാൾ, അയാൾ എത്രമാത്രം ദൈവഭക്തനാണെന്ന് പറഞ്ഞാലും, ഈശോയുടെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞാലും അതിനെ കാര്യമാക്കേണ്ട. അതൊന്നുകിൽ അറിവുകേട് കൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ നുണ പറയുന്നതാണ്. അങ്ങനെ പറയാൻ കാരണം ഒരാളുടെ വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ ഞാൻ ഒരു വിശ്വാസിയാണെന്നൊക്കെ പറയുമ്പം അതിന്റെ അടിസ്ഥാനം, അന്തസത്ത എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വിശ്വാസി ആയിരിക്കുന്നത് ആ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്. ദൈവമാണ് ഞാൻ കണ്ടുമുട്ടുന്ന അതർ പാർട്ട് എന്ന് അറിയാവുന്ന ഒരാൾ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ് ഈ പറഞ്ഞ ദൈവാരാധന. അത് ഒരാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഒരാളുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയുടെ മാർഗമാണ്, ആൾ താൻ തന്നെ ആയിരിക്കുന്ന മാർഗമാണ്. ഇനി കൗൺസിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഒരാളുടെ വിശ്വാസ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചസ്ഥാനവുമാണത്. അതിൽ നിന്നാണ് ആരംഭിക്കുന്നത്, അതിലേക്കാണ് കൾമിനേറ്റ് ചെയ്യുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഡോക്യുമെന്റ്, അതിന്റെ പേര് സാക്രോ സാങ്ക്തും കൊഞ്ചീലിയം എന്നാണ്. സാക്രോ സാങ്ക്തും കൊഞ്ചീലിയം. കൊഞ്ചീലിയം എന്ന് പറഞ്ഞാൽ കൗൺസിൽ, സാക്രോ സാങ്ക്തും എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ കൗൺസിൽ. ഈ അതിപരിശുദ്ധ കൗൺസിൽ എന്ന് പറഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ലത്തീനാണെന്ന്, എന്നാൽ നമുക്ക് മനസ്സിലാണ് ഇംഗ്ലീഷാണല്ലോ. ദ സേക്രഡ് കൗൺസിൽ ഹാസ് സെറ്റ് ഔട്ട് ടു ഇംപാർട്ട് ആൻഡ് നെവർ ഇൻക്രീസിങ് വിഗർ ടു ദ ക്രിസ്ത്യൻ ലൈഫ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതിന്റെ ആദ്യത്തെ വാക്കാണ് ദ സേക്രഡ് കൗൺസിൽ ഹാസ് സെറ്റ് ഔട്ട് ടു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ദ സേക്രഡ് കൗൺസിൽ, അതിനെയാണ് സാക്രോ സാങ്ക്തും കൊഞ്ചീലിയം എന്ന് ലത്തീൻ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുന്നത്. ഈ അതിപരിശുദ്ധ കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റിന് അതിപരിശുദ്ധ കൗൺസിൽ എന്ന് തന്നെ പേരുള്ളത്. പക്ഷെ അത് ഭയങ്കര മീനിങ് ആണ്. എന്താണെന്നറിയാം അതിന്റെ കാരണം? അതായത് നമ്മളിപ്പോൾ പഠിച്ചു വന്ന ക്രമം എന്താണെന്നറിയാമോ? ആദ്യം ലുമൻജൻസിയം പഠിച്ചു, രണ്ടാമത് ദൈവവചനം പഠിച്ചു, മൂന്നാമത് നമ്മൾ ഈ സക്രോസാങ്ക്തും കൊഞ്ചീലിയം അഥവാ ദൈവാരാധനയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ പോവുകയാണ്. ഇത് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, പകരം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിനെ വിളിക്കുന്നുള്ളൂ. അതാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ഇത് കൗൺസിലിന്റെ പ്രബോധന രേഖകളിൽ മൂന്നാമത്തെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിലും, നമ്മൾ പഠിക്കുന്ന മൂന്നാമതായിട്ടാണെങ്കിലും, വത്തിക്കാൻ കൗൺസിലിന്റെ ഹിസ്റ്ററിയിൽ ഇതാണ് ആദ്യത്തെ ഡോക്യുമെന്റ്. ഏറ്റവും ആദ്യം ചർച്ച ചെയ്ത, ഏറ്റവും ആദ്യം വോട്ടിനിട്ട, ഏറ്റവും ആദ്യം പ്രൊമുൾഗേറ്റ് ചെയ്ത ഡോക്യുമെന്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ദൈവാരാധനയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതൊരു സഭയുടെ അവബോധമായിരുന്നു എന്ന് വേണം ആലോചിക്കാൻ. കാരണം ഒരു കൗൺസിൽ കൂടുമ്പോൾ ആദ്യം എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് സഭയുടെ പിതാക്കന്മാർ ഒരുമിച്ച് കൂടി ധ്യാനിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉള്ള ചിന്തനങ്ങളൊക്കെ വന്നപ്പം, ഒരുപക്ഷെ അവർ പോലും അറിയാതെ പോലും ആയിരിക്കാം ആദ്യം മുന്നോട്ട് വന്നത്, ആദ്യം ചർച്ചയ്ക്കെടുത്തത്, ആദ്യം സംസാരിച്ചത് ആരാധനയെക്കുറിച്ചാണ്. അതാണ് ഏറ്റവും ഉചിതം. ദൈവാരാധനയുടെ സമൂഹമായിരിക്കുന്ന, ഒരു ആരാധനാ സമൂഹമായിരിക്കുന്ന പരിശുദ്ധ സഭ ആരാധനാക്രമത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും അല്ലാതെ പിന്നെ എന്തിനെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടത്? സ്വാഭാവികമായി എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ക്രമത്തിൽ വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ, സഭ, വചനം, എന്നിട്ട് സഭയുടെ ആരാധന എന്ന ക്രമത്തിൽ പോവുക എന്നുള്ള ക്രമം ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആദ്യം സംസാരിച്ചത്, കൗൺസിലിന്റെ ഫ്ലോറിൽ ആദ്യം ചർച്ച ചെയ്യപ്പെട്ട വിഷയം, പരിശുദ്ധാത്മാവിനെ ശ്രവിച്ച വിഷയം, അത് ദൈവാരാധനയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇതിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട്. ഈ കൗൺസിലിന്റെ മൊത്തം ഇൻട്രൊഡക്ഷൻ ഈ ഡോക്യുമെന്റിനകത്താണ്. ശരിക്കും നിങ്ങൾ ഈ ഡോക്യുമെന്റ്, അല്ലെങ്കിൽ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ പ്രബോധനന്റെ അതിന്റെ പ്രമാണരേഖകൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. പ്രമാണരേഖകൾ നിങ്ങളിങ്ങനെ വായിച്ചു വരുവാണെങ്കിൽ മൂന്നാമത്തെ ഡോക്യുമെന്റിനകത്താണ് കൗൺസിലിന്റെ തന്നെ ഇൻട്രൊഡക്ഷൻ കിടക്കുന്നത്. മൂന്നാമത്തെ ഡോക്യുമെന്റിലാണ് ദ ഹോൾ കൗൺസിലിന്റെ ഇൻട്രൊഡക്ഷൻ കിടക്കുന്നത്. അത് ഇങ്ങനെ സംഭവിച്ചതാണ്. ഇതാണ് അതിന്റെ കാരണം. ആ ഇൻട്രൊഡക്ഷനാണ് നമുക്കിന്ന് ആദ്യം വായിക്കാനുള്ളത്. അത് വായിച്ചിട്ടാണ് ഞാൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു ആമുഖം പോലെ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. ഇത് ശരിക്കും ഈ പ്രാരംഭം എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ആണ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുന്നത്. ആ പാരഗ്രാഫിന്റെ പ്രത്യേകത, അത് ഈ സാക്രോസാങ്ക്തും കൊഞ്ചീലിയത്തിന്റെ ആമുഖം എന്നതിനേക്കാൾ ദ ടോട്ടൽ കൗൺസിലിന്റെ ആമുഖമാണ്. എല്ലാ ഡോക്യുമെന്റുകളും ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ആ അത്രയും സുദീർഘമായ കൗൺസിൽ സമ്മേളിച്ച ആ കൗൺസിലിന്റെ പൊതു ആമുഖമാണ് ഈ സാക്രോസാങ്ക്തും കൊഞ്ചീലിയത്തിന്റെ ആരംഭത്തിലുള്ളത്.
അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. ഏറ്റവും ആദ്യം ചർച്ച ചെയ്തതും വോട്ടിനിട്ടതും പാസ്സാക്കിയതുമായ പ്രൊമൾഗേറ്റ് ചെയ്തതുമായ ഡോക്യുമെന്റ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ ഇവിടെ വച്ചാണ് കൗൺസിലിന്റെ പ്രമാണ രേഖകൾ ആരംഭിക്കുന്നത് എന്നതാണ് അതിന്റെ കാര്യം. ഞാനത് ഓരോ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് പോകാം. ഒരുപക്ഷെ നമ്മൾ ലൂമൻ ജെൻസിയം പഠിച്ചിടത്തോളം സമയമൊന്നും ഇതിന് എടുക്കണമെന്നില്ല. പക്ഷെ ഭയങ്കര രസകരമായ ഒത്തിരി കാര്യങ്ങളാണ് നമ്മളതിനകത്ത് കാണാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവാരാധനയുടെ ആരാധന ക്രമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അടിസ്ഥാനമായി തീരേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, ഒരു ആരാധനാക്രമം പരിഷ്കരിക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും, ഹൈറാർക്കിയുടെ റോൾ എന്താണ് അതിനകത്ത്, ഇനി അനുരൂപണങ്ങൾ നടത്താൻ, ഇപ്പോൾ സാംസ്കാരിക അനുരൂപണങ്ങളോ അല്ലെങ്കിൽ ആ നാടുമായിട്ട് ബന്ധപ്പെട്ട അനുരൂപണങ്ങൾ നടത്താനോ മാറ്റങ്ങൾ വരുത്താനോ ഒക്കെ എങ്ങനെയാണ് പറ്റുക, പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, അതിന്റെ ക്രമത്തെക്കുറിച്ച്, യാമപ്രാർത്ഥനകളെക്കുറിച്ച്, അതുപോലെ സേക്രഡ് ആർട്ടിനെ കുറിച്ച്, അതായത് വിശുദ്ധ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട കലകൾ, വിശുദ്ധ കലകൾ, സംഗീതത്തെക്കുറിച്ച്, ഇങ്ങനെ അങ്ങ് തുടങ്ങുന്ന ഒത്തിരി വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര രസകരമാണ്. നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ അടിസ്ഥാനപരമായി എല്ലാ ദിവസവും കണ്ടുമുട്ടുന്ന രഹസ്യങ്ങളാണ്. അവയെക്കുറിച്ച് തിരുസഭയ്ക്ക് എന്താ പഠിപ്പിക്കാനുള്ളത് എന്നറിഞ്ഞിരിക്കുന്നത് വലിയൊരു അറിവാണ്. അറിവ് മാത്രമല്ല, അത് നമ്മൾ ഒത്തിരി സഹായിക്കാൻ പോകുന്ന ബോധ്യം കൂടിയാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രാരംഭം തൊട്ട് വായിച്ചു തുടങ്ങാം. ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ഈ അതിപരിശുദ്ധ സൂനോദോസ്. ഞാൻ മലയാളമാണ് വായിക്കുന്നത്, ഇംഗ്ലീഷും ഞാൻ ഇടയ്ക്ക് ഒരുമിച്ച് വായിക്കും. മലയാളം ഞാൻ POC പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഡോക്യുമെന്റ് ആണ് വായിക്കുന്നത്. അത് ചില ഭാഗങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിൾ ആകാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷ് വായിക്കും. കാരണം മലയാളം കുറച്ച് കൂടുതൽ ഇങ്ങനെ വളച്ചു ചുറ്റി പറയുന്ന സെന്റൻസസ് ലിറ്ററൽ ട്രാൻസ്ലേഷന്റെ പ്രത്യേകതയാണ്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം ഇംഗ്ലീഷ് ആയിരിക്കും. എന്നിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, അത് മലയാളത്തിൽ നമുക്ക് വായിക്കാം. ഈ അതിപരിശുദ്ധ സൂനോദോസ് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. ഇതാണ് ആദ്യം പറയുന്നത്. ഈ കൗൺസിൽ മുഴുവൻ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുഴുവനും ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അഥവാ ഈ കൗൺസിൽ ഇങ്ങനെ സമ്മേളിച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പറയാൻ പോവുകയാണ്. അതിന്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്? ഉദ്ദേശം 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൗൺസിൽ കൂടിയത്. ഞാനിത് ശരിക്കും ഈ ലൂമൻ ജെൻസിയത്തിന്റെ ആരംഭ നാളുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്ര നാളുകളായതുകൊണ്ട് നമ്മൾ മറന്നുപോയിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അതിന് അത്രയും വിശദീകരിക്കാതെ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോകും. ഒന്നാമത്തേത്, വിശ്വാസികളുടെ ഇടയിൽ ക്രൈസ്തവ ജീവിതം ഉത്തരോത്തരം പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ലിവിങ്, ക്രിസ്ത്യൻ ലൈഫ്, അതിനെ എൻഹാൻസ് ചെയ്യുക, നറീഷ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ കൗൺസിലിന്റെ ദൗത്യം. കൗൺസിൽ കൂടിയിരിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തെ ഈ വിശ്വാസികളുടെ ഇടയിൽ ഒന്നുകൂടെ ജ്വലിപ്പിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. രണ്ടാമത്തേത്, എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോർത്തിട്ടാണ് ഞാനിത് ഒന്ന് സ്ലോ ചെയ്ത് പറയുന്നത്. രണ്ടാമത്തേത്, വ്യതിചലന വിധേയമായിരിക്കുന്ന സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റാവുന്ന കാര്യങ്ങൾ, മാറ്റിയെന്നോർത്ത് കുഴപ്പമില്ലാത്ത വിഷയങ്ങൾ, അവ സമ്പ്രദായങ്ങൾ ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്ക് കൂടുതൽ അനുരൂപമാക്കുക എന്ന് വെച്ചാൽ മാറ്റം വരുത്താവുന്നവയെ കാലികമായി മാറ്റുക. ഉദാഹരണത്തിന് ആരാധനാക്രമത്തിന്റെ ഭാഷ, അതിൽ തന്നെ അതൊരു വലിയ പ്രശ്നമല്ല. എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത് അത്രമേൽ ഗൗരവമുള്ള പ്രശ്നമല്ല. അതുകൊണ്ട് ഓരോ നാടിനും അവർക്ക് പരിചയമുള്ള ഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയട്ടെ എന്ന് തീരുമാനിച്ചത് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. അപ്പൊ അത് പരിവർത്തന വിധേയമാക്കാവുന്നവയാണ്. ഇന്ന ഭാഷയിൽ മാത്രമേ ആകാവൂ എന്ന് നിയമമൊന്നുമില്ല. അത് ആരാധനാക്രമത്തിന്റെ അടിസ്ഥാന ഭാവവുമല്ല. അപ്പൊ അതിനേക്കാൾ എന്നാൽ അതിന്റെ ഒറിജിനൽ ഭാഷയിലൊക്കെ ആരാധിക്കുന്നതിന് വലിയ മഹത്വമുണ്ട് തന്നെ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലത്തീൻ സഭയെ സംബന്ധിച്ചാണെങ്കിൽ ട്രിനിഡൈൻ മാസ് അല്ലെങ്കിൽ കുർബാന മാസ് അല്ലെങ്കിൽ ലത്തീൻ ഭാഷയിൽ കുർബാന അർപ്പിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രൈമോഡിയൽ ആയിട്ടുള്ള പാരമ്പര്യത്തിന്റെ മഹത്വത്തോട് വല്ലാതെ ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ അതിന് വലിയൊരു മഹത്വമുണ്ട്, വലിയൊരു സ്ഥാനമുണ്ട്. അതോടൊപ്പം കാലക്രമത്തിൽ പിന്നീട് ലത്തീൻ ഭാഷ ഏതാണ്ട് നിർജീവമായി. ഇപ്പം ലത്തീൻ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ആളുകൾ സംസാരിക്കുന്ന ഭാഷയിൽ ആരാധന അർപ്പിക്കാൻ കഴിയുന്നത് കുറച്ചുകൂടെ പ്രയോജനപ്പെടും എന്ന് സഭ മനസ്സിലാക്കുന്നു. എന്തിന്റെ അർത്ഥം, പഴയ ഏറ്റവും പുരാതനമായ ആ ഒറിജിനൽ ലാംഗ്വേജ് അത് നഷ്ടപ്പെടുത്തി കളയാന്നുള്ളതല്ല, അത് കീപ്പ് ചെയ്തുകൊണ്ട് വേണം ഇത് ചെയ്യാനൊക്കെയാണ്. നമ്മൾ പിന്നീട് അതിന്റെ നിയമങ്ങളെക്കുറിച്ചും നിബന്ധനകളെക്കുറിച്ചും അതിന്റെ വീക്ഷണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും. നമുക്ക് ഈ വിഷയങ്ങൾ പറയാം. ഏതായാലും പരിവർത്തന വിധേയമായിരിക്കുന്നവയെ മാറ്റം വരുത്താൻ കഴിയുന്നവയെ മാറ്റം വരുത്താനോ കാലത്തോട് അനുരൂപപ്പെടുത്താനോ ഉള്ള ശ്രമം നടത്തുക എന്നുള്ളത് ഈ കൗൺസിലിന്റെ ഉദ്ദേശമായിരുന്നു.
അതാണ് കൗൺസിൽ ചെയ്തൊരു കാര്യം. മൂന്നാമത്തേത്, മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഐക്യത്തിന് അനുരൂപമായവയെല്ലാം സംരക്ഷിക്കുക. അതായത് മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഡിനോമിനേഷൻസും. എക്യുമെനിക്കൽ പെർസ്പെക്റ്റീവ് ആണത്. അതായത് അപ്പസ്തോലിക സഭകളെല്ലാം അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും മിശിഹായിൽ വിശ്വസിക്കുന്ന എന്നാൽ സഭയോട് ചേർന്ന് നിൽക്കാത്ത, ശ്ലൈഹിക പാരമ്പര്യം തുടരാത്ത ആളുകളുണ്ട്. അവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോടും ഡയലോഗിൽ ഏർപ്പെടുക എന്നുള്ളതൊരു കാര്യമാണ്. അവരുടെയും ഐക്യത്തിന് ആവശ്യമായവയൊക്കെ സംരക്ഷിക്കുക. ഇതാണ് മൂന്നാമത്തെ ഉദ്ദേശം. നാലാമത്തേത്, എല്ലാവരെയും തിരുസഭയുടെ മടിത്തട്ടിൽ വിളിച്ചു കൂട്ടുന്നതിന് ഉപകരിക്കുന്നവയെല്ലാം ശക്തിപ്പെടുത്തുക. ഇതെന്താണ്? ആദ്യം പറഞ്ഞത് മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ, നാലാമത് പറയുന്നത് അതിന് പുറത്തുള്ളവരുൾപ്പെടെയുള്ള എല്ലാവരും, എവ്രിവൺ, എല്ലാ മനുഷ്യരെയും മിശിഹായുടെ മടിത്തട്ടിൽ, തിരുസഭയുടെ മടിത്തട്ടിൽ വിളിച്ചുകൂട്ടാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ശക്തിപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ മിഷൻ ടു ദ ആദിജന്തസ്, മറ്റ് ലോകത്തിൽ മിശിഹായെ അറിഞ്ഞിട്ടില്ലാത്തവരെ കൂടെ ഈ തൊഴുത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നവയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ ഉദ്ദേശം. അതിന് സഹായിക്കുക, അതിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നാലാമത്തെ ഉദ്ദേശം. അഞ്ചാമത്തെ ഉദ്ദേശം, പ്രത്യേകമായ കാരണത്താൽ ആരാധനാക്രമം നവീകരിക്കുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും ശ്രദ്ധ പതിക്കാൻ കടമയുണ്ടെന്നും ഈ സുനോദോസ് മനസ്സിലാക്കുന്നു. ഇതാണ് ഈ ഡോക്യുമെന്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യം. ഇതുവരെ മുമ്പ് പറഞ്ഞതിനകത്തൊക്കെ ഇതിന്റെ ഭാഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാധനാക്രമത്തിന്റെ നവീകരണവും ആരാധനാക്രമത്തിന്റെ അനുരൂപണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തോട് അതിനെ ചേർത്ത് വെക്കലാണ്, അതിനോട് സംയോജിപ്പിക്കലൊക്കെയാണ് അനുരൂപണം എന്ന് പറയുന്നത്. ആ സാഹചര്യത്തോട് ചേർന്ന് പോകുന്ന വിധത്തിൽ രൂപമാറ്റം വരുത്തുന്നതിനെയോ അല്ലെങ്കിൽ വളർത്തുന്നതിനെയോ ക്രമപ്പെടുത്തുന്നതിനെയോ ഒക്കെയാണ് അനുരൂപണം എന്ന് പറയുന്നത്. ഇനി ഈ അഞ്ചാമത്തെ കാര്യമാണ് നേരിട്ട് ഈ ഡോക്യുമെന്റിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. ഏതാണെന്ന് വെച്ചാൽ, പ്രത്യേകമായ കാരണത്താൽ ആരാധനാക്രമം നവീകരിക്കുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും ശ്രദ്ധ പതിക്കാൻ. ആരാധനാക്രമത്തെ നവീകരിക്കുക എന്ന് പറഞ്ഞാൽ റിന്യൂ ചെയ്യുക എന്ന് വെച്ചാൽ കാലികമായി ആരാധനാക്രമം നവീകരിക്കപ്പെടാറുണ്ട് എന്ന് വെച്ചാൽ പഴയത് കടന്നുപോയി പുതിയ കുർബാനാക്രമം ഉണ്ടാക്കുന്നു, പുതിയ യാം പ്രാർത്ഥനകൾ എഴുതുന്നു എന്നല്ല അതിന്റെ അർത്ഥം. നവീകരിക്കുക എന്ന് പറയുന്നതിന് അതിനെ എന്താ പറയുക, പല വിധത്തിൽ നവീകരണങ്ങൾ നടത്താം. ഒന്ന്, ഭാഷാശുദ്ധി നവീകരിക്കാം. ഇപ്പം ഒരു കുറെ കാലം മുൻപ് വരെ ഉണ്ടായിരുന്ന മലയാള ഭാഷയല്ല ഇപ്പോൾ ഉള്ളത്. പഴയ കാലങ്ങളിലുണ്ടായിരുന്ന ഭാഷ പഴയ മലയാളമാണ്. നമുക്ക് പലപ്പോഴും ഇത് കേട്ടാൽ പോലും മനസ്സിലാവാത്ത തരം മലയാള ഭാഷയുണ്ടായിരുന്നു. നമ്മൾ പണ്ടത്തെ ആധാരങ്ങളൊക്കെ ഇല്ലേ, ഡോക്യുമെന്റുകൾ, അതൊക്കെ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനകത്തെ ഭാഷ നമുക്കിന്ന് മനസ്സിലായെന്ന് പോലും വരില്ല. ഒരു 100 വർഷം മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് മലയാള ഭാഷയിൽ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷ് ആണല്ലോ. ഇപ്പൊ ഷേക്സ്പീരിയൻ ലിറ്ററേച്ചർ ഒക്കെ എടുത്ത് വായിച്ചാൽ ഇത് എന്തുവരെ ഇംഗ്ലീഷ് ആണെന്നത്തെ പിള്ളേരെല്ലാം പറയും. അപ്പൊ ആ ഭാഷ പോലും മാറ്റം വരുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഭാഷയിൽ മാറ്റം വരുന്നുണ്ട്, തിയോളജിയിൽ വളർച്ചയുണ്ടാകുന്നുണ്ട്, ദൈവശാസ്ത്രപരമായ വളർച്ചയുണ്ടാകുന്നുണ്ട്, സ്ക്രിപ്ചറൽ സ്റ്റഡീസിൽ വളർച്ചയുണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഉദാഹരണത്തിന്, താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്ന് ആദ്യത്തെ പഴയ കുർബാനാക്രമത്തിന്റെ അകത്ത് നമ്മൾ കാണും. പിന്നീട് താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്ന് അതിനെ നവീകരിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? ഈശോ ഒറ്റിക്കൊടുക്കുക എന്നതിനേക്കാൾ കുറെ കൂടെ അതിന്റെ മൂലപദങ്ങൾക്ക് ബന്ധമുള്ളത് ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യവുമായിട്ടാണ്. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ, താൻ തന്നെ വിട്ടുകൊടുത്ത, കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്ന് പറയുന്നതാണ് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്നതിനേക്കാൾ കൂടുതൽ ഉചിതമായിട്ടുള്ളത്. സീറോ മലബാർ ക്രമത്തിൽ ആദ്യ കാലങ്ങളിൽ എൻ്റെ ഓർമ്മയനുസരിച്ച് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ മിശിഹ അപ്പമെടുത്ത് വാഴ്ത്തി എന്നായിരുന്നെങ്കിൽ പിന്നീട് അതിനെ നവീകരിച്ചു. എങ്ങനെ? അതിനെ മാറ്റം വരുത്തി. എങ്ങനെ? താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്നാക്കി അതിനെ മാറ്റി. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി, അതാണ് കൂടുതൽ ഉചിതം. എന്ന് പറഞ്ഞാൽ പഴയതിനെടുത്ത് കളഞ്ഞിട്ട് പുതിയത് കൊണ്ട് വെച്ചു എന്നല്ല, കൂടുതൽ ദൈവശാസ്ത്രപരമായ, വിശുദ്ധഗ്രന്ഥപരമായ, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഈ ആരാധനാക്രമത്തിന്റെ പരിപോഷണത്തിന് കാരണമായി തീരും. അപ്പൊ നോക്കിയേ, നവീകരിക്കലും പരിപോഷിപ്പിക്കലും എന്ന് വെച്ചാൽ പഴമയെ തള്ളിക്കളയൽ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ പാരമ്പര്യത്തിലൂടെ നൽകപ്പെട്ടുള്ള ആരാധനാക്രമത്തെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ പുതിയ പ്രാർത്ഥനകളും കുർബാനക്രമങ്ങളും ഗാനങ്ങളും ഒക്കെ ഉണ്ടാക്കി കൂട്ടിച്ചേർക്കുക എന്നുമല്ല ഉദ്ദേശിക്കുന്നത്. പകരം അത്യാവശ്യമായിരിക്കുന്ന അനുരൂപണങ്ങൾ അവയോട്
തിരുസഭ മുഖം തിരിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൗൺസിൽ സമ്മേളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് ആരംഭിക്കുന്നത്. 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൗൺസിൽ സമ്മേളിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു ഒന്നുകൂടെ പെട്ടെന്ന് പറയാം, ഒന്നുകൂടെ ഓർക്കാൻ കഴിയുന്നവർക്ക് ഓർക്കാം. ഒന്നാമത്തേത്, ക്രിസ്ത്യാനികളുടെ ക്രൈസ്തവ ജീവിതം ഉത്തരോത്തരം പരിപോഷിപ്പിക്കുക. രണ്ടാമത്തേത്, വ്യതിചലന വിധേയമായിരിക്കുന്ന സമ്പ്രദായങ്ങൾ ആധുനിക കാലഘട്ടവുമായിട്ട് കൂട്ടിച്ചേർത്ത് കൂടുതൽ അനുരൂപപ്പെടുത്തുക. മൂന്നാമത്തേത്, മിശിഹായിൽ വസിക്കുന്ന എല്ലാവരുടെയും ഐക്യം, അതായത് എല്ലാ ക്രിസ്ത്യൻ ഫെയ്ത്ത്ഫുൾ, അത് സഭയും അപ്പസ്തോലിക സഭകളും മിശിഹായിൽ വിശ്വസിക്കുന്ന മറ്റ് വിഭാഗങ്ങൾ ഉൾപ്പെടെ അവരുടെ ഐക്യം സംരക്ഷിക്കുക. അടുത്തതോ, സഭയ്ക്ക് പുറത്തുള്ള ആളുകളുമായി ഉള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും അവരെ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അഞ്ചാമത്തേത്, പ്രത്യേകമായ കാരണത്താൽ ആരാധനാക്രമം നവീകരിക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും ശ്രദ്ധ പതിപ്പിക്കാനുമായിട്ടാണ് ഈ കൗൺസിൽ സമ്മേളിച്ചത്. ഇതാണ് ഇതിന്റെ ആദ്യത്തെ കാര്യം. ഇനി ഈ കൗൺസിൽ സമ്മേളിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഏറ്റവും അവസാനത്തെ കാര്യം, ആരാധനാക്രമത്തിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രമാണരേഖ ചർച്ച ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഏറ്റവും ആദ്യം വരാനുള്ള പശ്ചാത്തലം ഈ ഡോക്യുമെന്റിന്റെ തന്നെ പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട്, വളരെ ഹ്രസ്വമായിട്ട് നമ്മളൊന്ന് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സമ്മേളിക്കുമ്പോൾ തന്നെ പൊതുവിൽ ഇപ്പൊ നമുക്കറിയാം, ഒരു കൗൺസിൽ സമ്മേളിക്കാൻ പോകുന്നു, അപ്പോൾ വലിയ ചർച്ചകൾ നടക്കും. അതിന്റെ പ്രിലിമിനറി ചർച്ചകളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കും. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ വലിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇതൊരു സാർവത്രിക സൂനഹദോസാണ് നടക്കാൻ പോകുന്നത്. അപ്പം എന്തൊക്കെയായിരിക്കും കൗൺസിലിന്റെ ഔട്ട്പുട്ട്, എന്തൊക്കെയായിരിക്കും കൗൺസിൽ നമ്മോട് പറയാൻ പോകുന്നത്, തിരുസഭയിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ ആളുകൾ വല്ലാതെ ചർച്ചയിലായിരിക്കും സ്വാഭാവികമായിട്ട് ആ കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും അധികം ഉയർന്നു നിന്നിരുന്ന ഒരു ചർച്ച ആരാധനാക്രമത്തെക്കുറിച്ചാണ്. ദൈവാരാധനയിൽ ഒരു നവീകരണം ആവശ്യമുണ്ട്, അവയെ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്, ദൈവാരാധന കാര്യമായ ചർച്ചയ്ക്ക് വിധേയപ്പെടേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ഒരു ചർച്ച ഈ കൗൺസിൽ ആരംഭിക്കുന്നതിനും വളരെ മുന്നേ തന്നെ, ഏതാണ്ട് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ, 18ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ തന്നെ ഭയങ്കര ചർച്ചാ വിഷയമായി, അതൊരു വലിയ സംസാര വിഷയമായി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ്, കഴിഞ്ഞ ദിവസം പിതാവ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരാധനാക്രമ വത്സരം എന്ന് പറഞ്ഞൊരു പുസ്തകം, ഒരു പ്രോസ്പർ ഗ്വാരൻഗർ എന്ന് പറയുന്ന ഒരാളാണ്, ജർമ്മൻ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രോസ്പർ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം 9 വോളിയംസ് ഉള്ള ഒരു പുസ്തകമാണ്, വലുതാണ്. 9 വോളിയംസ് ഉള്ള വലിയൊരു പുസ്തകം, ആരാധനാക്രമ വത്സരം എന്ന് പറഞ്ഞ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഈ പുസ്തകം വലിയ പോപ്പുലാരിറ്റി നേടി. ആരാധനാക്രമ വത്സരത്തെക്കുറിച്ചുള്ള ലിറ്റർജിക്കൽ ഇയർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അപ്പം ആളുകൾ പൊതുവിൽ സഭ, ദൈവശാസ്ത്രം, വൈദികര്, വിശ്വാസ സമൂഹം ഒക്കെ കൂടുതൽ ഈ ആരാധനാക്രമത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് ആ സമയത്ത് തുടങ്ങി. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെയൊക്കെ ഒരു ആരംഭമെന്ന് പൊതുവിൽ പലരും കരുതുന്നുണ്ട്. പലരും അങ്ങനെ കരുതുകയും എഴുതുകയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കാര്യം. എന്നിട്ടോ അതിന് അത് ഒത്തിരി ആരാധനാക്രമ പഠനത്തിലേക്ക് ആളുകൾ ഇനിഷ്യേറ്റ് ചെയ്തു. ആളുകൾ ആരാധനാക്രമം കൂടുതൽ പഠിക്കപ്പെടേണ്ടതാണ്, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്തെന്നറിയാമോ? രണ്ടാമത് 1903 10ാം പിയൂസ് മാർപ്പാപ്പ ഒരു മോത്തു പ്രോപ്രിയോ പ്രസിദ്ധീകരിച്ചു. അതിന്റെ പേര് ത്രല്ലെ സൊള്ളെച്ചിത്തൂദിനി എന്നാണ്. സൊള്ളെച്ചിത്തൂദിനി എന്ന ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ഒരു മോത്തു പ്രോപ്രിയോ ഈ 10ാം പിയൂസ് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുൻപൊക്കെ ചക്രലേഖനങ്ങളിലും ഒക്കെ ആയിട്ട് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ ആധികാരികമായ ഒരു ആരാധനാക്രമ കേന്ദ്രീകൃതമായ ഒരു സംഭാഷണം നടക്കുന്നത് ഈ 10ാം പിയൂസ് മാർപ്പാപ്പയുടെ മോത്തു പ്രോപ്രിയയിലാണ്. പ്രത്യേകിച്ച് ഈ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതിലാണ് നടക്കുന്നത്. ഇത് നമുക്ക് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വായിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. പിന്നീട് നമ്മൾ ഇതിന്റെ ചില ഭാഗങ്ങളൊക്കെ പിന്നീട് സംസാര വിഷയമാക്കും. അതിനകത്താണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ആരാധനാക്രമമാണ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം ആരാധനാക്രമമാണ് എന്ന് പരിശുദ്ധ സഭ അതിശക്തമായി സംസാരിക്കുന്നത് ഈ ഈ മോത്തു പ്രോപ്രിയയിലൂടെയാണ്. ഇനി അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ മോത്തു പ്രോപ്രിയയുടെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ കുർബാന സ്വീകരണം ഒക്കെ റെഗുലർ ആയിട്ട് നടക്കണം എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തത്
ഏതാണ്ട് ഈ മോത്തുപ്രക്രിയയുടെ പശ്ചാത്തലത്തിലാണ് എന്നും കൂടെ നമ്മൾ ഈ സാഹചര്യത്തിൽ ഓർക്കണം. ആ സമയത്ത് അതോടൊക്കെ കൂടി വളരെ ശക്തമായിട്ട് ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഭയങ്കര ശക്തമായിട്ട് ഫ്ലറിഷ് ചെയ്തു. ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ വിഷയമായിട്ട് ആരാധനാക്രമം മാറി. സിറോ മലബാർ സഭയിലാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് ആരാധനാക്രമം ഒരു സജീവ പഠന വിഷയമായി പോലും മാറിയത്. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആരാധനാക്രമത്തെക്കുറിച്ച് കാര്യമായിട്ട് ആരും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും ലിറ്റർജി പഠിക്കാൻ പോകുന്ന അച്ഛന്മാര് ലിറ്റർജി പഠിച്ചിട്ട് വരും, അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയൂ, അല്ലെങ്കിൽ അങ്ങനെ പുസ്തകം എന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പ്രവർത്തിക്കും എന്നല്ലാതെ ആരാധനാക്രമം എന്ന് പറയുന്ന ഒരു കാര്യം, ലിറ്റർജി എന്നൊരു വാക്ക് പോലും പൊതു ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതു സംസാരത്തിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഈ കുറച്ച് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ആ അർത്ഥത്തിൽ സിറോ മലബാർ സഭയിലുണ്ടായ ചെറിയ പ്രതിസന്ധികൾ വലിയ നന്മ പ്രദാനം ചെയ്തിട്ടുണ്ട്. ആളുകൾ ആരാധനാക്രമത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതെങ്ങനെ ഇരിക്കണമെന്ന് സഭ എങ്ങനെയാ പഠിപ്പിക്കണമെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അതിന്റെ ഇപ്പൊ നമ്മളൊരു തർക്കം ഉണ്ടാകുമ്പോഴാണല്ലോ രണ്ടു വശത്തുനിന്നും പഠിക്കാനൊക്കെ ശ്രമിക്കുന്നു. കൂടുതൽ നമ്മൾ ഡിബേറ്റിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ രണ്ടു കൂട്ടത്തു നിന്നും നമുക്ക് പറ്റുന്നിടത്തോളം അറ്റം വരെ കണ്ടെത്തി പറയാനായിട്ടൊക്കെ ശ്രമിക്കും. സത്യത്തിൽ അതുകൊണ്ടുള്ള നന്മ നമ്മളെ കൂടുതൽ ആരാധനാക്രമത്തെക്കുറിച്ച്, അതിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച്, അത് ചുമ്മാ അങ്ങനെ വെറുതെ ഒരു നിസ്സാര കാര്യമൊന്നുമല്ല എന്നൊക്കെ ആളുകൾ തിരിച്ചറിയാൻ ഒരുപക്ഷെ മീഡിയ പോലും നമ്മളതിനെ സഹായിച്ചിട്ടുണ്ട്. ഇതതിൻ്റെ ഒരു തിന്മയ്ക്കകത്തുള്ള ഒരു നന്മയെക്കുറിച്ച് പറയുന്നതാണ്. ഒരു തിന്മയ്ക്കകത്ത് നിന്നുണ്ടായ ഒരു പക്ഷേ ദൈവത്തിന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിയും എന്നൊക്കെ നമ്മൾ വിശുദ്ധത്തിൽ നിന്ന് വായിക്കാറില്ല. ദൈവത്തിന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിയും. അതുപോലെ ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഈ 19-20 നൂറ്റാണ്ടിന്റെ ആരംഭത്തിലൊക്കെ ഈ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ ആരാധനാക്രമ പഠനങ്ങൾ, അങ്ങനത്തെ ഒരു മൂവ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിന് ഏതാണ്ട് സമാനമായിട്ടെന്ന്, അത്രയ്ക്കൊന്നുമില്ല, ഏതാണ്ട് സമാനമായിട്ടെന്നതുപോലെ ആരാധനാക്രമം, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, അതെങ്ങനെ ഇരിക്കണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ച പരിശുദ്ധ സഭയിൽ, നമ്മുടെ സിറോ മലബാർ സഭയിൽ പോലും ഈ അടുത്ത കാലത്ത് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായത്, ത്വരിതപ്പെട്ടത് ഒരു നല്ല കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഈ മൂവ്മെന്റ് ആരംഭിച്ചപ്പം അതിനകത്ത് 2 സ്ലോഗൻസാണ് ഉണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്നൊക്കെ പറയാവുന്ന രണ്ട് കാര്യങ്ങളാണ് അവര് പൊതുവിൽ ഈ ആരാധനാക്രമ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ പഠനങ്ങൾക്കകത്ത് മുന്നോട്ട് വെച്ചത്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, ഉറവിടങ്ങളിലേക്ക് തിരികെ പോവുക എന്നുള്ളതാണ്. ഗോ ബാക്ക് ടു ദ സോഴ്സസ്. ഉറവിടങ്ങളിലേക്ക് തിരികെ പോകുക. ദൈവാരാധന ആരംഭിച്ച ശ്ലൈഹിക റൂട്ടിലേക്ക്, ഉറവിടത്തിലേക്ക് മടങ്ങിപ്പോവുക. എന്നിട്ട് അവിടെ നിന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത് ദൈവജനത്തിന്റെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഉറവിടങ്ങളിലേക്ക് മടങ്ങിപ്പോകണം. 2, സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തും. ഇതെങ്ങനെ പറ്റും എന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച മുഴുവനും. ഇതൊരു വലിയ, നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരം തോന്നിയാലും, അല്ല ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിയാലും, ഇതൊരു ഭയങ്കര കോൺട്രഡിക്റ്റീവ് വിഷയമാണ്. അതായത് ഒന്ന്, ഉറവിടത്തിലേക്ക് തിരികെ പോകണം. 2, ജനത്തിന് സ്വീകാര്യമായി അല്ലെങ്കിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാകണം. ഇത് രണ്ടോട് കൂടി എങ്ങനെ നടക്കും? ഉദാഹരണത്തിന് ഉറവിടത്തിലേക്ക് തിരികെ പോകാന്ന് വെച്ചു, എല്ലാ കാര്യത്തിലും നമ്മൾ ഉറവിടത്തിലേക്ക് തിരികെ പോവുകയാണെന്ന് കരുതുക. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ജനത്തിന്, ഈ ആധുനിക കാലഘട്ടത്തിലെ ജനത്തിന് ചിലപ്പോൾ അതിനകത്ത് സജീവ പങ്കാളിത്തം ചിലപ്പം അസാധ്യമായി എന്നിരിക്കാം. പൊതുവിൽ എല്ലായിടത്തും അങ്ങനെയാകുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ജനത്തിന് തീർത്തും അജ്ഞാതമായ ഒരു ഭാഷ, ആ ഭാഷ അതിന്റെ മഹത്വമില്ലായ്മയൊന്നും അല്ല പറയണത്. ഇപ്പം സിറോ മലബാർ ക്രമത്തിലാണെങ്കിൽ സുറിയാനി ഭാഷയിൽ ദൈവാരാധന നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അതിനൊരു ക്രമമുണ്ട്. പതുക്കെ നമ്മൾ പഠിക്കണം. അർപ്പിച്ചും പഠിക്കാൻ പറ്റും, തിരിച്ചും ചെയ്യാൻ പറ്റും. അപ്പൊ ഉറവിടത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് തിരികെ പോകുമ്പം ചിലപ്പോ അതിന്റെ സജീവ പങ്കാളിത്തത്തിനകത്ത് ചിലപ്പോൾ കുറവ് വരാം. അത് ഏത് കാര്യത്തിലാണെന്ന് ഞാൻ തീർത്തു പറയുകയല്ല. ഇപ്പം സുറിയാനി ഭാഷയിലേക്ക് പോയി എന്ന് വിചാരിച്ച് അതിന്റെ സജീവ പങ്കാളിത്തം കുറയുമെന്നൊന്നും അല്ല പറഞ്ഞു വന്നതും. പകരം ഇതൊരു ചോദ്യമാണ്, സജീവ പങ്കാളിത്തം കുറയുമോ? മറുവശത്ത് പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വെള്ളം ചെയ്യാമോ? ജനത്തിന് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓരോ വാചകത്തിന് ഇടയ്ക്ക് ഓരോ പാട്ടൊക്കെ അങ്ങ് ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു, ചോദ്യോത്തരം എന്ന പോലെ നമ്മളൊരു ചോദ്യം പറയുന്നു, ജന ഉത്തരം പറയുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് മ്യൂട്ടിലേറ്റ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യാമോ? ഇനി പങ്കാളിത്തം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥനകളൊക്കെ ചുമ്മാ ആളുകളെ കൊണ്ട് അങ്ങ് ചെല്ലിപ്പിച്ചാൽ മതിയോ? ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ചോദ്യങ്ങൾ
ഒത്തിരി ചോദ്യങ്ങൾ. ഉറവിടത്തിലേക്ക് പോവുകയും വേണം, എന്നാൽ സജീവ പങ്കാളിത്തം ഉണ്ടാകുകയും വേണം. ഇതിന് രണ്ടിനെയും കൂടി എങ്ങനെ സംയോജിപ്പിക്കും? ഇതൊരു മുട്ടൻ പ്രശ്നമാണ്. ഈ പ്രശ്നമാണ് ഈ ആരാധനാക്രമ ചർച്ചകൾക്കകത്ത് ഏറ്റവും മുഴച്ചു നിന്നിരുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ എല്ലാവരും യുനാനിമസ് ആയിരുന്നു, അതായത് ഇത് രണ്ടും നമുക്ക് വേണം എന്നുള്ള കാര്യത്തിൽ. നമുക്ക് ഉറവിടങ്ങളോട് സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യണം, അതേസമയം നമുക്ക് എന്താ പറയാ, ജനപങ്കാളിത്തം, സജീവ പങ്കാളിത്തം, അത് അർപ്പിക്കുന്നവരുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇത് രണ്ടും എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ആരാധനാക്രമമായിട്ടുള്ള ചർച്ചകളിലെല്ലാം എല്ലാവരും സംസാരിക്കുന്നത് നമ്മുടെ ഉറവിടത്തിലേക്ക് പോകണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ പാരമ്പര്യം ഇതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ചിലപ്പോൾ ഞങ്ങളുടെ പാരമ്പര്യം ഇത്ര വർഷത്തെ ആയിരിക്കും, ആ പാരമ്പര്യം വേണമെന്ന് ചിലർ പറയും. ചിലർ പറയും 2000 വർഷത്തെ പാരമ്പര്യം ഇങ്ങനെയാണ്, അതിലേക്ക് പോകണമെന്ന് പറയും. എന്തായിരുന്നാലും ഏറ്റവും ചെറുത്, ഇപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ എതിർ നിൽക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും അവർ പോലും അവരറിയാതെ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ പാരമ്പര്യത്തിലേക്ക് തന്നെ ഉറച്ചു നിൽക്കണമെന്ന് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്, പാരമ്പര്യത്തിലേക്ക് പോകണം. അപ്പോഴാണ് തിരിച്ചു ചോദിക്കുന്നത്, പാരമ്പര്യത്തിന്റെ എവിടം വരെ പോകണം? ഒരു അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യം നോക്കിയാൽ മതിയോ? അതോ മിശിഹ വരെ എത്തി നിൽക്കുന്ന പാരമ്പര്യം നോക്കണോ? സ്ലീഹന്മാരിലേക്ക് എത്തുന്ന പാരമ്പര്യം നോക്കണോ എന്നുള്ള ചോദ്യം രണ്ടാമത് വരും. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാൽ തന്നെയും അതിനെ ആരാധനകർമ്മ നവീകരണത്തെ എതിർക്കുന്നവരും അതിനോട് അനുയോജിക്കുന്നവരും ആരാധനാക്രമ നവീകരണം പോപ്പുലറൈസ് ചെയ്യണമെന്ന് പറയുന്നവരും അല്ലാത്തവരും ഒക്കെ പറയുന്നത് ഉറവിടത്തിലേക്ക് തിരികെ പോകണം, പാരമ്പര്യങ്ങളെ മാനിക്കണം എന്ന് തന്നെയാണ്. ഒരുപക്ഷെ തങ്ങൾക്ക് ഇഷ്ടമുള്ള പാരമ്പര്യങ്ങൾ എന്നൊക്കെ ചില പറഞ്ഞിരിക്കും, എന്നാൽ പോലും പാരമ്പര്യത്തെ മാനിക്കണം എന്നുള്ളത് അതിന്റെ ആദ്യ പ്രിൻസിപ്പിളാണ്. എല്ലാവരും അത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. രണ്ടാമത്, പാരമ്പര്യത്തെ മാനിക്കുമ്പം നമുക്ക് മറുവശം കൂടെ വേണം. തീർത്തും പ്രാചീനമായ എന്തൊക്കെയോ ആണെന്ന് ആളുകൾക്ക് തോന്നാത്തതുപോലെയും അവർക്ക് പങ്കാളിത്തമുള്ളതുപോലെയും. ഇപ്പൊ ഉദാഹരണത്തിന് ഉറവിടത്തിലേക്ക് അങ്ങ് തിരികെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്തെത്തിയാൽ സംഭവിക്കാവുന്ന ഒരു കാര്യം വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ കുറിച്ച് നമുക്കുള്ള ഏറ്റവും റൂട്ട് സോഴ്സ് എന്താണ്? ഈശോ അപ്പമെടുത്ത് പെസഹ തിരുനാളിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു. അതാണ് നമുക്ക് ഇന്നുള്ള അത്രയും വിപുലമായ ദൈവശാസ്ത്രപരമായ വികസിച്ച എന്ന് പറഞ്ഞാൽ അതേ കാര്യത്തെ തന്നെ കൂടുതൽ അനുഭവവേദ്യമാകുന്ന വിധത്തിൽ പരിശുദ്ധ റൂഹ ഡെവലപ്പ് ചെയ്ത വിധത്തിലായിരിക്കുകയില്ല ഈശോ മിശിഹ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇനി അതിന്റെ അനുഭവങ്ങൾ പരിശുദ്ധ സഭ തൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ, റൂഹായുടെ പ്രചോദനത്താൽ, ദൈവശാസ്ത്ര അനുഭവത്താൽ ഈ മിശിഹായുടെ പരസ്യജീവിതത്തെ മുഴുവനും അനുഭവിക്കുന്ന വിധത്തിൽ അതിനെ പരിപോഷിപ്പിച്ചു. അതും അതേ ദൈവം തന്നെ ചെയ്ത കാര്യമാണ്. ആ ബലിയിൽ താഴ്ന്നിറങ്ങി അവയെ പൂർത്തീകരിച്ച് അതേ പരിശുദ്ധ റൂഹ തന്നെയാണ് അവയെ വികസിപ്പിച്ചത്. അപ്പൊ നമ്മൾ അതിന്റെ ഏറ്റവും റൂട്ടിലേക്ക് പോയി ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ, പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അപ്പം എടുക്കുക, വഴുത്തുക, വിഭജിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ എന്നൊരാൾ അവകാശപ്പെടാനോ പറയാനോ തുടങ്ങിയാൽ അത് കോംപ്ലിക്കേഷൻ ആവും. അപ്പൊ റൂട്ടിലേക്ക് പോവുകയും വേണം, എന്നാൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇനി ഇത് എവിടം വരെ പോകാം, എങ്ങനെ ചെയ്യാം എന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ചർച്ചാ വിഷയം എന്ന് പറയാം ഈ ഒരു മൂവ്മെന്റ് ആരംഭിച്ച സമയത്ത്. ഇനി അടുത്ത കാര്യം, ഞാൻ 3 സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞത് ഇടയ്ക്കാണ് ഈ കയറി പറഞ്ഞത്. ആദ്യത്തെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ തുടർന്ന് അതിനെ എന്താ പറയാ ചില മോത്തുപ്രോപ്രിയുടെ കാര്യം പറഞ്ഞു. പിന്നീട് ഈ ജർമ്മനിലൊക്കെ ഈ പഠനങ്ങൾ ഭയങ്കര ശക്തമായി ഒരു കോമൺ ഡിസ്കഷൻ വിഷയമായിട്ട് വികസിച്ചു കൗൺസിലിന് മുന്നേ തന്നെ എന്ന കാര്യത്തെ പറഞ്ഞു. നാലാമത്തേത് ഈ 11ാം പിയൂസ് മാർപ്പാപ്പയാണ്. നമ്മൾ കഴിഞ്ഞ 10ാം പിയൂസ് മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞു. 11ാം പിയൂസ് മാർപ്പാപ്പ ദൈവാരാധന ദിവിനി കുൾത്തൂസ് എന്ന അജപാലന ലേഖനം പ്രസിദ്ധീകരിച്ചു. ദിവിനി കുൾത്തൂസ് എന്ന അജപാലന ലേഖനം അത് 1928 ഡിസംബർ 20-ാം തീയതിയാണ് പുറപ്പെടുവിക്കുന്നത്. ഡിസംബർ 20-ാം തീയതി ഇന്നാണ് ആ ദിവസം. ഡിസംബർ 20-ാം തീയതിയാണ്. എത്ര വർഷം മുമ്പ്? 1928 വർഷം. അവിടെ ഓർത്തിരിക്കാൻ നല്ല എളുപ്പമുണ്ട്. 1928 ഡിസംബർ 20-ാം തീയതി 11ാം പിയൂസ് മാർപ്പാപ്പ ദിവിനി കുൾത്തൂസ് എന്ന അജപാലന ലേഖനം പുറപ്പെടുവിച്ചു. നമ്മൾ എത്ര സുന്ദരമായിട്ടാണ് ഈ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന നമുക്ക് കിട്ടിയ ഈ ദിവസം എന്ന് തന്നെ ആലോചിച്ച് നോക്കുമായിരുന്നു ഞാൻ. അപ്പോൾ പ്രയോഗിച്ചു. എന്നിട്ടോ അതിനകത്ത് ആരാധനാക്രമത്തിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പപ്പ ഭയങ്കര ശക്തമായിട്ട് സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരാധനാക്രമത്തിന്റെ മഹനീയതയെക്കുറിച്ച്,
അതിനകത്തുള്ള ആരാധനാക്രമത്തിന്റെ പോപ്പുലർ വിഷയങ്ങൾ, നാമങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഉൾച്ചേർത്തിട്ട് ഈ അജപാലന ലേഖനം, പാസ്റ്ററൽ ലെറ്റർ, 11-ാം പിയൂസ് മാർപ്പാപ്പ, ദിവിനി കുൾത്തുസ് എന്ന് പറഞ്ഞാൽ ദൈവികമായ ആചരണം എന്നൊക്കെ ആയിരിക്കും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത്. കുൾത്തുസ് എന്ന് പറഞ്ഞാൽ കൾട്ടിക് എന്നൊക്കെ പറഞ്ഞ പോലെ ദിവിനി കുൾത്തുസ്, ദൈവികമായ ആചരണം എന്നൊക്കെ ആയിരിക്കും അതിനെ. ദൈവാരാധന എന്ന്, ദൈവിക ആരാധന എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്, ചില സ്ഥലത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ദിവിനി കുൾത്തൂസ് എന്ന് പറഞ്ഞാൽ ദൈവിക ആചരണം എന്നൊക്കെ ആയിരിക്കും അതിനെ പ്രോപ്പറായിട്ട്. എനിവേ, ഈ ഡോക്യുമെന്റ് 1928 ഇന്നേ ദിവസം പബ്ലിഷ് ചെയ്തു. ഇനി അടുത്തത് 5-ാമത്തെ ഘട്ടം എന്താണ്? 5-ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ ഓരോ ഘട്ടമായിട്ട് സംഭവിച്ചൊന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ചില നാഴികക്കല്ലുകളെ കുറിച്ച് പറയുന്നതാണ്. ഇത് ഇവിടം വരെ എത്താൻ, ഈ കൗൺസിലിന്റെ ആരംഭത്തിലേക്ക് എത്തുന്ന നാഴികക്കല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. 5-ാമത്തേത് 1947 12-ാം പിയൂസ് മാർപ്പാപ്പ. 47 പ്രത്യേകത എന്താണ്? ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. 1947 12-ാം പിയൂസ് മാർപ്പാപ്പ, നമ്മള് 10-ാം പിയൂസ് മാർപ്പാപ്പ, 11-ാം പിയൂസ് മാർപ്പാപ്പ, 12-ാം പിയൂസ് മാർപ്പാപ്പ മേദിയാത്തോർ ദേയി എന്ന മീഡിയേറ്റർ ഗാഡ്, മേദിയാത്തോർ ദേയി എന്ന ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചു. മേദിയാത്തോർ ദേയി, മീഡിയേറ്റർ ഓഫ് ഗാഡ് എന്ന ചാക്രിക ലേഖനം. അതൊരു എൻസൈക്ലിക്കലാണ്. മുമ്പ് പറഞ്ഞത് അജപാലനമാണ്, മറ്റേത് മോത്തു പ്രോപ്പറിയാണ്. ഇവിടെയാണ് ഒരു ചാക്രിക ലേഖനം. അതായത് ഇങ്ങനത്തെ ഡോക്യുമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചാക്രിക ലേഖനങ്ങളാണ്. ദൈവാരാധനയെക്കുറിച്ച് തന്നെയുള്ള ഒരു ചാക്രിക ലേഖനം തന്നെ പ്രസിദ്ധീകരിക്കുകയും ആരാധനാക്രമ പഠനവും അതിനുവേണ്ടിയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട അധ്വാനങ്ങളും പരിശ്രമങ്ങളും എല്ലാം ഔദ്യോഗികമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഇതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല്. 1947 12-ാം പിയൂസ് മാർപ്പാപ്പ മേദിയാത്തോർ ദേയി എന്ന ചാക്രിക ലേഖനം, ആരാധനാക്രമത്തെക്കുറിച്ച് തന്നെയുള്ള ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഇതൊക്കെ പിന്നീട് നമ്മുടെ ഈ ഡോക്യുമെന്റിനകത്തേക്ക് സംശീകരിക്കപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞതൊക്കെ പ്രസിദ്ധീകരിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഇതുവഴിയാണ് ഈ ആരാധനാക്രമ പഠനമൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തു. ഇനി 6-ാമത്തെ സ്റ്റേജ് എന്താണ്? 6-ാമത്തെ സ്റ്റേജ് 1956-ലാണ്. 1956 അസീസി, ഇറ്റലിയിലാണ്. ഫ്രാൻസിസ് അസീസിയുടെ നാടാണ്. അവിടെയാണ് ഒത്തിരി പ്രാവശ്യം ഈ മാർപ്പാപ്പമാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പിന്നെ ഫ്രാൻസിസ് എന്നുള്ള പേര് കൂടി ഉള്ളതുകൊണ്ട് അവിടെ എപ്പോഴും പോവുകയും ഒത്തിരി കാര്യങ്ങൾ അസീസിയിൽ നിന്ന് പാപ്പ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ശരിക്കും പറഞ്ഞാൽ അസീസിയിൽ ഒരു എക്യുമെനിക്കൽ കോൺഫറൻസുകൾ, അതുപോലെ മതാന്തര ഒരുമിച്ച് വരലിന്റെ മീറ്റിങ്ങുകളൊക്കെ, ഇന്റർറിലീജിയസ് ഡയലോഗിന്റെ മീറ്റിങ്ങുകളൊക്കെ ഒത്തിരി നടത്തിയിട്ടുള്ളത് ഈ അസീസിയിലാണ്. ഒത്തിരി ലോകത്തിന്റെ സമാധാനത്തിന്റെ ഒരു ഉറവിടമായിട്ടൊക്കെയാണ് അസീസി പൊതുവിൽ അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് അസീസി ഒക്കെ വഴിയാണത്. ഏതായാലും അസീസിയിൽ വെച്ച് ഒരു ഇന്റർനാഷണൽ പാസ്റ്ററൽ ലിറ്റർജിക്കൽ കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെട്ടു. ഇന്റർനാഷണൽ പാസ്റ്ററൽ ലിറ്റർജിക്കൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അജപാലന സ്വഭാവമുള്ള ലിറ്റർജിക്കൽ കോൺഗ്രസ്, ആരാധനാക്രമ കോൺഗ്രസ് ആണ്. പക്ഷെ അതിന്റെ ദൈവാരാധനയുടെ അജപാലന സ്വഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവാരാധനയുടെ അജപാലന സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കോൺഗ്രസ്, ഒരു ആരാധനാ കോൺഗ്രസ്, അജപാലന ആരാധനാ കോൺഗ്രസ് 1956 ഇറ്റലിയിലാണ് അസീസിയിൽ വെച്ച് സംഘടിപ്പിച്ചു. അതിനകത്താണ് ഈ ആരാധനാക്രമ പരിഷ്കരണം ഒരു പോപ്പുലർ ഡിമാൻഡായിട്ട് മാറിയത്. ആ കോൺഗ്രസ് വളരെ ഫേമസ് ആയിരുന്നു. അതിലെ ചർച്ചകളൊക്കെ ഒത്തിരി പോപ്പുലാരിറ്റി കിട്ടി. അങ്ങനെ ആരാധനാക്രമ നവീകരണം നമ്മുടെ ഒരു നീഡാണ് എന്ന് സഭയിൽ ജനസമൂഹം മുഴുവനും സംസാരിച്ചു തുടങ്ങാൻ അത് ഇടവരുത്തി. എന്നിട്ടോ അതിന്റെ പശ്ചാത്തലത്തില് 12-ാം പിയൂസ് മാർപ്പാപ്പ എന്ത് ചെയ്തു? ഒരു പ്രത്യേക സമിതിയെ ആരാധനാക്രമ പരിഷ്കരണത്തിനായിട്ട് നിയോഗിച്ചു. 1956 കഴിഞ്ഞ് ഇത് പബ്ലിഷ് ചെയ്തതോടുകൂടെ തന്നെ ഈ കോൺഫറൻസ് നടന്നതോടുകൂടി ഇതൊരു പോപ്പുലർ വിഷയമായി. കോൺഫറൻസിന്റെ ഒരു സമാപനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്നതുപോലെ 12-ാം പിയൂസ് മാർപ്പാപ്പ തന്നെ ഒരു പ്രത്യേക സമിതിയെ, ഒരു ലിറ്റർജിക്കൽ കമ്മിറ്റിയെ ഈ ആരാധനാക്രമ നവീകരണം എങ്ങനെ നടത്താൻ പറ്റും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചു, അവരെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു നാഴികക്കല്ല്. ഇനി അപ്പൊ നമ്മളിപ്പോ 7 സ്റ്റെപ്പുകൾ പറഞ്ഞു, 7 നാഴികക്കല്ലുകൾ പറഞ്ഞു. 8-ാമത്തെ നാഴികക്കല്ല് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ പദ്ധതിയാണ്. അതായത് ഇറ്റ്സ് എ ഹ്യൂജ്
പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ആരാധനാക്രമ നവീകരണം. ഇതിനകത്ത് എന്തോരം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്ന് അറിയാമോ? ഈ ആരാധനാക്രമ ഭാഷ തുടങ്ങി അതിൻ്റെ ഓരോ റൂബ്രിക്സിൻ്റെയും വിശുദ്ധഗ്രന്ഥപരമായ ദൈവശാസ്ത്രപരമായ അന്തസത്ത തുടങ്ങി അതിൻ്റെ പാരമ്പര്യം തുടങ്ങി അതിൻ്റെ വളർച്ചയും വികസനവും തുടങ്ങി എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചാലാണ് നമുക്ക് ചെറിയൊരു ഓൾട്ടറേഷൻ പോലും അല്ലെങ്കിൽ ഒരു ചെറിയ നവീകരണം പോലും വരുത്താൻ പറ്റുകയുള്ളൂ എന്ന് സഭയ്ക്കറിയാം. അപ്പോഴാണ് ഈ സമിതിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു കുഞ്ഞു സമിതിയെ കൊണ്ട് ഇതൊന്നും എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ജോൺ 23-ാം മാർപ്പാപ്പ, ജോൺ 23-ാം മാർപ്പാപ്പയെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ കൗൺസിലേക്ക് വരുമ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗറാണ്. ജോൺ 23-ാം മാർപ്പാപ്പ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കാര്യങ്ങൾക്കായി 1959 ഏത് കാര്യങ്ങൾക്കായിട്ട്? ആരാധനാക്രമത്തെ നവീകരിക്കാനും സഭയെ തന്നെ നവീകരിക്കാനും ഇതിനെ പരിഷ്കരിക്കാനും ഒക്കെ ആയിട്ട് 1959 ജനുവരി 25-ാം തീയതി, റിപ്പബ്ലിക് ഡേയുടെ തലേദിവസം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയുടെ തലേദിവസം ജനുവരി 25-ാം തീയതി രണ്ടാം വത്തിക്കാൻ സൂനദോസിന് ആഹ്വാനിച്ചു. ഇതാണ് എൻ്റെ സംഭവം. അതായത് ആരാധനാക്രമ നവീകരണ ഒരു മുന്നേറ്റം ഇങ്ങനെ വന്ന് അതൊരു കോൺഫറൻസിലേക്കൊക്കെ എത്തി അതിനൊരു സമിതിയെ വെച്ചിട്ട് അതുകൊണ്ട് പോരാ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആരാധനാക്രമത്തെ നവീകരിക്കാനും സഭയെ മൊത്തത്തിൽ നവീകരിക്കാനുമായി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആഹ്വാനിച്ചു. നോക്കിക്കേ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആരാധനാക്രമ ഒരു മുന്നേറ്റമാണ്, ഒരു മൂവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തന്നെ പ്രചോദനമായി മാറുന്നത്. എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഡോക്യുമെന്റ് എന്ന് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഇതിന്റെ ഹിസ്റ്ററി പറഞ്ഞത്. ഈ ഡോക്യുമെന്റിന്റെ ഹിസ്റ്ററി മാത്രമല്ല, അതുകൊണ്ടാണ് കൗൺസിൽ കൂടി പിന്നെ അതിന്റെ ചർച്ചയും തർക്കമൊന്നുമില്ല. നമ്മൾ ഏതാദ്യം സംസാരിക്കണം, അല്ല നമ്മൾ ഒരുമിച്ച് കൂടി തന്നെ ഈ ആരാധനാക്രമം സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന മട്ടിലാണ് ഈ അഭിഹിന്ദു പിതാക്കന്മാരെല്ലാവരും എത്തുന്നതും ചർച്ചകളൊക്കെ ക്രമീകരിക്കപ്പെടുകയൊക്കെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആരാധനാക്രമ ത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയൊക്കെ അതിന്റെ പഠനത്തിന് ഒരുക്കമായിട്ട് ജോൺ 23-ാം മാർപ്പാപ്പ ഒരു പ്രിപ്പറേറ്ററി കമ്മീഷന് രൂപം കൊടുത്തു. ഒരു പ്രിപ്പറേറ്ററി കമ്മീഷൻ, ഒരു ഒരുക്ക സമിതി എന്നൊക്കെ പറയാം, പ്രിപ്പറേറ്ററി കമ്മീഷൻ. ആ കമ്മീഷൻ ഒരു ഒരുക്ക പഠനം നടത്തിയിട്ട് അതിന്റെ നക്ഷലുമായിട്ടാണ് അതിന്റെ കണ്ടെത്തലുകളും ഒക്കെ ആയിട്ടാണ് കൗൺസിൽ ഫ്ലോറിലേക്ക് വരുന്നത്, ചർച്ചയ്ക്ക് എടുക്കുക. അപ്പൊ അതിനൊരു ഒരുക്ക പഠനം നടത്തപ്പെടേണ്ടതുണ്ട്. അതിനാണ് ഒരു ഒരുക്ക സമിതി, ഒരു പ്രിപ്പറേറ്ററി കമ്മീഷന് രൂപം കൊടുത്തു. അതിനകത്ത് ഈ കോൺഗ്രിഗേഷൻ ഫോർ റൈറ്റ്സ്, സേക്രഡ് കോൺഗ്രിഗേഷൻ, ഈ റൈറ്റ്സിന് വേണ്ടിയുള്ള സേക്രഡ് കോൺഗ്രിഗേഷന്റെ അന്നത്തെ പ്രിഫെക്റ്റിനെ അതിന്റെ തലവനാക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ആരാധനക്രമ ലിറ്റർജിക്കൽ സ്കോളേഴ്സിനെയും പിതാക്കന്മാരുടെ റെപ്രസെന്റേറ്റീവ്സിനെയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഈ സ്ഥാപിച്ച സമിതിയെ, ഈ ഒരുക്ക സമിതിയെ 13 ഉപസമിതികളായിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൊത്ത സമിതിയെ 13 സബ് കമ്മീഷൻസ് ആയിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം ഇത് ഒറ്റ സമിതിക്ക് മൊത്തം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 13 സമിതികളുണ്ട്. ആ 13 സമിതികൾ പല വിഷയങ്ങളെ കുറിച്ച്, ഉദാഹരണത്തിന് വിശുദ്ധ കുർബാനയുടെ ക്രമത്തെക്കുറിച്ച് പഠിക്കാൻ, പ്രാദേശിക ഭാഷ ഉപയോഗിക്കലിനെ കുറിച്ച് പഠിക്കാൻ, അതുപോലെ കൂദാശകളുടെ സാക്രമെന്റിന്റെ പരികർമ്മത്തെക്കുറിച്ച് പൊതുവിൽ പഠിക്കാൻ, യാമപ്രാർത്ഥനയെ കുറിച്ച് പഠിക്കാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് 13 ഭാഗങ്ങളായിട്ട് ഉപസമിതികൾ, സബ് കമ്മീഷൻസ് ആയിട്ട് ഇതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ സ്ഥാപിച്ച പ്രിപ്പറേറ്ററി സമിതിയെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ഈ 13 സമിതികളാണ് ഈ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വേദിയൊരുക്കിയത്, അതിന് വഴിയൊരുക്കിയത്. അതിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ കൗൺസിൽ ഫ്ലോറിലേക്ക് പ്രദാനം ചെയ്ത് അഭിഹിന്ദു പിതാക്കന്മാരുടെ ചർച്ചകൾക്ക് നിദാനമാകേണ്ട വിഷയങ്ങൾ എത്തിച്ചത് നൽകിയത് ഈ 13 ഉപസമിതികൾ ഉൾപ്പെടുന്ന ഈ ഒരുക്ക സമിതിയാണ്, പ്രിപ്പറേറ്ററി കമ്മിറ്റിയാണ്. ഇതിന്റെ മേലാണ് 1962 കൗൺസിൽ ആരംഭിക്കും. 1962 കൗൺസിൽ ആരംഭിക്കുന്നത്. കൗൺസിൽ ആരംഭിക്കുമ്പം ആദ്യം തന്നെ ഈ ആരാധനാക്രമം ചർച്ചയ്ക്ക് എടുക്കുന്നു. അതിനുശേഷം സജീവമായ ചർച്ചകളൊക്കെ നടന്നിട്ട് 1963 ഒരു വർഷം ആരാധനാക്രമത്തെക്കുറിച്ച് ചർച്ച നടന്നു. 62 ഒക്ടോബർ മുതൽ 63 ഡിസംബർ വരെ. എന്നിട്ട് 63 ഡിസംബർ മാസം 4-ാം തീയതി, അതും ഈ മാസം തന്നെയാണ്, ഈ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട എല്ലാം ഈ മാസമാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അതെ, നമ്മുടെ ആദ്യത്തെ ക്ലാസ് നടന്നത് അതിനോട് തൊട്ടടുത്ത ദിവസമായിരുന്നല്ലോ, 4-ാം തീയതി, ഡിസംബർ 4-ാം തീയതി
ഈ ഡോക്യുമെന്റ് അഭിമന്യ പിതാക്കന്മാർ വോട്ടിനിട്ട് പാസാക്കി. മൊത്തം ചെയ്ത വോട്ട് 2147 വോട്ടാണ് ഇതിന് കിട്ടിയത്. 4 വോട്ട് എതിരായിട്ടും വോട്ട് ചെയ്യപ്പെട്ടു. മൊത്തം അപ്പം 1947 പ്ലസ് 4 എത്രയായിരിക്കും? 48, 49, 51. 2151 പിതാക്കന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കണം. 2151 പിതാക്കന്മാർ ചർച്ച ചെയ്ത്, ഒന്നും രണ്ടും അല്ല, നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. 2151 മെത്രാന്മാർ ഒരു വർഷത്തോളം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത്, പ്രാർത്ഥിച്ച്, ബലിയർപ്പിച്ച്, കണ്ടെത്തി, വീണ്ടും പരിഷ്കരിക്കാൻ കൊടുത്ത്, വീണ്ടും വോട്ടിനിട്ട്, വീണ്ടും പരിഷ്കരിക്കാൻ കൊടുത്ത്, വീണ്ടും വോട്ടിനിട്ട്, ഓരോരോ കുഞ്ഞു ഭാഗങ്ങളും കൂടുതൽ കൂടുതൽ ക്രമപ്പെടുത്തി ഏറ്റവും അവസാനം 1963 ഡിസംബർ 4-ാം തീയതി സാക്രോസാങ്ക്തും കൊഞ്ചീലിയം എന്ന പേരിൽ അത് പബ്ലിഷ് ചെയ്തു. 4 പിതാക്കന്മാർ അപ്പോഴും അതിനെതിരായിട്ട് വോട്ട് ചെയ്തു. എതിരെ വോട്ട് ചെയ്യുന്നത് വേണ്ടെന്നല്ല, ചില കാര്യങ്ങളൊക്കെ ഇനിയും പരിഷ്കരിക്കണമെന്നൊക്കെയുള്ള മട്ടിലായിരിക്കും. പക്ഷെ അത് വളരെ 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 കുഞ്ഞൊരു മൈനോറിറ്റിയാണ്, വളരെ കുഞ്ഞൊരു മൈനോറിറ്റിയാണ്. അത് അതിന്റെ ഓൺ ദ അതർ സൈഡ് 2147 മെത്രാന്മാർ അതിനെ അംഗീകരിച്ചുകൊണ്ട്. ഇനി 4 പേര് എതിർത്താണ് വോട്ട് ചെയ്തതെങ്കിലും അത് പാസ്സാകുന്നതോടുകൂടെ ആ 4 പേരും അതിനോട് അനുകൂലമായിട്ട് പ്രത്യുത്തരിക്കുകയും ചെയ്യും. അങ്ങനെ മുഴുവൻ പിതാക്കന്മാരും അതിനെ പ്രോയായിട്ട്, അതിനെ പ്രൊമുൽഗേറ്റ് ചെയ്യാനായിട്ട് പരിശുദ്ധ പിതാവിനോട് ആവശ്യപ്പെടുകയും പരിശുദ്ധ പിതാവ് ആ ഡോക്യുമെന്റ് പോൾ 6-ാമൻ മാർപ്പാപ്പ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ സാക്രോസാങ്ക്തും കൊഞ്ചീലിയം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 7 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. ഏതാണ്ട് 130 പാരഗ്രാഫുണ്ട്. എൻ്റെ ആമുഖവും അവസാനത്തെ പാരഗ്രാഫും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് 130 ഖണ്ഡികകൾ. 130 ഖണ്ഡികകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും വരത്തില്ല, കുറച്ച് പേജുകളെ വരുത്തും. ഒരു 25-35 പേജുകളൊക്കെ വരുന്ന പോലെ ചെറിയൊരു ഡോക്യുമെന്റ് ആണത്. പക്ഷെ ആ ഒരു ഡോക്യുമെന്റ് ആണ്, ആ ഒരു ഒറ്റ സിംഗിൾ ഡോക്യുമെന്റ് ആണ് ഒരു വർഷത്തോളം 2150 മെത്രാന്മാർ ഒരുമിച്ചായിരിക്കുകയും പ്രാർത്ഥനയിലായിരിക്കുകയും പഠനത്തിലായിരിക്കുകയും ചർച്ചയിലായിരിക്കുകയും ചെയ്ത് പാസ്സാക്കി നമുക്ക് തരുന്നത്. അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പം നമ്മൾ വളരെ കൂടുതൽ ആദരവോടും കൂടുതൽ ശ്രദ്ധയോടും കൂടി ഇതിനകത്ത് പങ്കുചേരേണ്ടതുണ്ട്. കാരണം ഇത് നമ്മൾ കരുതുന്ന പോലത്തെ ചെറിയൊരു കാര്യമല്ല. ഇത് നമുക്ക് ശരിക്കും മനസ്സിലായാൽ നമുക്ക് ആരാധനാ ക്രമചർച്ചകളെ കുറിച്ചൊക്കെ നമുക്കൊരു പൊതുജ്ഞാനം ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ആവേശത്തിലും വൈകാരിക ഇതിലും ഒക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ശരിയാവും, ഇങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾ പണ്ട് പോലും ഇങ്ങനെ ചെയ്തുകൊണ്ട്, ഞങ്ങൾക്ക് ഇത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇതാ ഇഷ്ടം, ഞങ്ങൾക്ക് അത് വേണ്ട, ഞങ്ങൾക്ക് ഇത് വേണ്ട എന്നൊക്കെ ചുമ്മാ ആളുകൾ പറയാൻ തുടങ്ങും. അങ്ങനെ പറയുന്ന സമയത്ത് കുറഞ്ഞ വർഷം നമുക്ക് അതെ തിരുസഭയുടെ കാഴ്ചപ്പാട് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ആധികാരികത നമുക്കും ഉണ്ടാകും. അപ്പം അതിനൊക്കെ നമ്മളെ ഒത്തിരി സഹായിക്കാം എന്നുള്ളതാണ് ഈ ഡോക്യുമെന്റിന്റെ പഠനം നമുക്ക് തരാൻ പോകുന്ന വലിയ ദാനം. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഇത് ചുമ്മാ നമുക്കൊരു ദിവസം കൊണ്ടൊക്കെ ഇരുന്ന് വായിക്കാവുന്ന ഇത്രയും കുഞ്ഞു ഡോക്യുമെന്റ് ആണെങ്കിൽ പോലും ഇതിന്റെ പുറകിൽ പരിശുദ്ധാരൂപി റൂഹ നടത്തിയിട്ടുള്ള പരിശ്രമം ചെറുതല്ല. നമ്മുടെ പിതാക്കന്മാർ, അവരുടെ ഇൻവോൾവ്മെന്റ്, അവരുടെ പങ്കാളിത്തം, അവർ നമുക്ക് തന്ന വലിയ ദാനം, പരിശുദ്ധ സഭയുടെ വലിയ ദാനം, അത് അത്രമേൽ ശ്രേഷ്ഠമാണ്. കാരണം ദൈവാരാധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, പരിശുദ്ധാരൂപി കൗൺസിൽ തുടങ്ങുമ്പോൾ തൊട്ടല്ല ഇതിനോട് സംസാരിച്ചു തുടങ്ങുന്നത്. ലോകത്തിൽ പരിശുദ്ധാരൂപി ഈ കാര്യത്തിന്, ദൈവാരാധനയെക്കുറിച്ച് കൂടുതൽ പഠിക്കൂ എന്നൊരു പ്രചോദനം ജനത്തിനാണ് കൊടുത്തത്. ജനമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. അങ്ങനെ സഭയിൽ അത് വളർന്നു വരികയും അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് കൗൺസിൽ വിളിക്കപ്പെടുന്നത്. പിന്നീട് അതിന്റെ പ്രൊസീജിയറൊക്കെ നടക്കുകയും കൗൺസിൽ ചർച്ചകൾ വരികയും ഒക്കെ ചെയ്യും. അപ്പൊ നോക്കിയേ, ശരിക്കും അത് നമ്മുടേതാണ്. പരിശുദ്ധ റൂഹ നമുക്ക് നൽകിയതാണ് എന്ന് നമുക്ക് ഓർക്കാം. ഇന്ന് ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പോകാം. കാരണം നമ്മളൊന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല. വെറുതെ അപ്പൊ ഞാൻ ചിലപ്പോൾ ചില ചോദ്യം നമുക്ക് പിന്നെ പറയാമല്ലോ എന്ന് പറഞ്ഞെന്നിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കാനോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യാം. ായിരിക്കട്ടെ. ഈ പഴയ പാരമ്പര്യത്തിലേക്ക് പോകണമെന്ന് ഉള്ള തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ പൗരസ്ത്യ സഭകളും നമ്മുടെ വെസ്റ്റേൺ സഭയും തമ്മിൽ എങ്ങനെയായിരുന്നു അതിനെ സമീപിച്ചിരുന്നത്? അത് എങ്ങനെയാണ് അത് വ്യത്യസ്തമായി മാറി? അങ്ങനെ വല്ലതും വ്യത്യാസം വല്ലതും വന്നിരുന്നത്? ഏത് കാലഘട്ടത്തിലേക്ക് മാറണം, എവിടം വരെ പോകണം എന്നുള്ള അങ്ങനെ ഒരു ഇതിലേക്ക് വല്ല ചർച്ചകളിലേക്ക് വല്ല എത്തിയായിരുന്നു?
ആ, അതായത് ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ടിരിക്കുന്നതാണ്. അതായത് ഈ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള സംസാരം, ചർച്ച, ആ, അതിനകത്ത് ഈ ഡോക്യുമെന്റിനകത്ത് നമ്മൾ നാളെ വായിക്കും. അത് ചിലതെല്ലാം റോമൻ റീത്തിനെയും മറ്റെല്ലാ റീത്തുകളെയും ബാധിക്കുന്നതും ബാധിക്കേണ്ടതാണെങ്കിലും ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ അത് റോമൻ റീത്തിനെ മാത്രം ബാധിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പിന്നെ വായിക്കും. നമ്മൾ ആ സമയത്ത് നമ്മൾ അതിന്റെ കുറച്ചുകൂടി ഒരു ഡിസ്റ്റിങ്ഷനെ കുറിച്ച് കുറച്ചുകൂടെ പറയും. ഇനി ഉറവിടങ്ങളിലേക്ക് തിരികെ പോകണം എന്ന് കൗൺസിൽ ആവശ്യപ്പെടുമ്പോൾ അത് ഏത് നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ എവിടേക്ക് എന്നുള്ളതല്ല. ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് എപ്പോഴും വർഷം ബേസ് ചെയ്തുള്ളത് മാത്രമല്ലേ, പകരം അതിന്റെ അന്തസത്തയിലേക്ക്, അതിന്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക്, ദ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി, അതിലേക്ക്, അതിന്റെ പ്രാരംഭ സ്വഭാവത്തിലേക്ക് ഒക്കെ തിരികെ പോകണമെന്നാണ്. അപ്പൊ അത് ആവശ്യപ്പെടുമ്പം ഈ കൗൺസിൽ ഇന്ന സമയത്തേക്ക് എന്ന് പറയുകയല്ല, നമ്മുടെ പൊതുതത്വങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് പറയുന്നതാണ്. ഉറവിടത്തിലേക്ക് പോകാതെയുള്ള ഒരു പരിഷ്കരണവും അത് സ്വീകാര്യമായിരിക്കുകയില്ല എന്നാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അടിസ്ഥാനം, സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. അല്ലാതെ ഇന്ന വർഷത്തിലേക്ക് പോകണം, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള കോൺക്രീറ്റ് നിർദ്ദേശങ്ങൾ ഈ ഡോക്യുമെന്റ് നമ്മൾ തുറന്ന് പഠിക്കുമല്ലോ, ആ സമയത്ത് അധികം കാണില്ല. ചില കാര്യങ്ങൾ ഇങ്ങനെയാകാവൂ, ചിലത് അങ്ങനെയാകണം എന്ന് പറയും. ഏതായാലും നമ്മൾ ചുരുക്കത്തിൽ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടിനെയും സംയോജിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് നവീകരിക്കപ്പെടുകയും വേണം, എന്നാൽ ഒരു ഇങ്ങനെ അടിത്തറയില്ലാത്ത, വേരില്ലാത്ത ഒരു പുതുമ തേടിയുള്ള പായ്ച്ചിലാകരുത് എന്നും, ഇനി പുതുമകൾ തേടുമ്പോഴും വേരുകൾ ശക്തമായിരിക്കണം, റൂട്ടിലേക്ക് തീർന്നുകൊണ്ട് ആഴപ്പെടണം എന്നൊക്കെയുള്ള അടിസ്ഥാന തത്വങ്ങളാണ് കൗൺസിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. നമ്മൾ പിന്നീട് ഇതിന്റെ ഓരോ ഭാഗങ്ങൾ വായിച്ചു പോകുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ക്ലിയർ ആകുമായിരിക്കും. ഞാനത് പറയാൻ കാരണം എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഉദാഹരണത്തിന് സിറോ മലബാർ സഭയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം ഇവിടെ വന്ന പൗരസ്ത്യ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ ആരാധനക്രമം വെച്ച് ആ കാലത്തേക്ക് പോയാണോ, അതോ അടുത്ത കാലത്ത് വന്ന എന്താ പറയാ ഒരു ലത്തീൻ സ്വാധീനമുള്ള ആ കാലഘട്ടത്തിലേക്ക് പോയാൽ മതിയോ, അങ്ങനെ വല്ലതും കൃത്യം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എടുത്ത് പറയുന്നൊന്നുമില്ല, പകരം ഉറവിടത്തിലേക്ക് പോകാന്നുള്ള. ഉറവിടം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആദിമ സോഴ്സ് എന്നാണല്ലോ അതിന്റെ സ്വാഭാവികമായ അർത്ഥം. ശംശേഖ് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്: ഈ ആരാധനക്രമവും കരിസ്മാറ്റിക് മൂവ്മെൻറ്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെടും? കാരണം സ്തുതിയും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നെ ഇത് കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ആദ്യ കാലങ്ങളിലേക്ക് നമ്മൾ പഠനത്തിലേക്ക് വെക്കുമ്പോൾ 1899 ഡിസംബർ 31 പ്രസംഗത്തിൽ ലിയോ 13 മാർപ്പാപ്പ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1900 ആണ്ടിൽ ജനുവരി 1 ഒരു പെന്തക്കോസ്റ്റൽ, അതായത് ആദ്യത്തെ കരിസ്മാറ്റിക് നവീകരണ സെക്കൻഡ് ഇപ്പോഴുള്ള കാലഘട്ടത്തിലുള്ള കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ ഒരു തുടക്കമായിട്ട് കണക്കാക്കപ്പെടും. അതുപോലെ തന്നെ വത്തിക്കാൻ കൗൺസിലിന്റെ 65 ശേഷം 1967 ഡുക്കേൻ സർവകലാശാലയിൽ കരിസ്മാറ്റിക് മൂവ്മെന്റ് തുടങ്ങിയത്. അപ്പോൾ രണ്ടും തുടക്കവും അവസാനവും ഇതിന് ബന്ധപ്പെട്ട കിടക്കുന്നത്. അപ്പോൾ കരിസ്മാറ്റിക് മൂവ്മെന്റും ഈ വത്തിക്കാൻ കൗൺസിലും കൂടി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കണമെന്നൊന്ന് പറയണേ വലിയ പേർ. അതായത് ഈ കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് മൂവ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സഭയുടെ ദൈവാരാധനയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് സംഭവിക്കേണ്ടത്. കാരണം ആരാധനാക്രമമാണ് ഏറ്റവും ശ്രേഷ്ഠമായ, സഭയുടെ ആരാധനാക്രമമാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. ഇനി ആ പ്രാർത്ഥനയുടെ തുടർച്ചയോ അതിന്റെ ഒരു എന്താ പറയാ പേഴ്സണലൈസേഷൻ ഫോമോ അതിന്റെ ഒരു എന്താ പറയാ എക്സ്റ്റൻഷൻ എന്നാണ് അതിന്റെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന പദം. അതായിട്ടാണ് ഈ പോപ്പുലർ പ്രേയേഴ്സ്, മറ്റ് സ്പിരിച്വൽ മൂവ്മെന്റുകൾ എല്ലാം ആരംഭിക്കുന്നത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദ നോം ഇസ് ലിറ്റർജി, നോം ലിറ്റർജിയാണ്. മറ്റേതാണെങ്കിലോ അത് അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനാക്രമത്തിന്റെ മുകളിലായിട്ട് ഒരിക്കലും കരിസ്മാറ്റിക് മൂവ്മെന്റിനെയോ കരിസ്മാറ്റിക് പ്രയറിനെയോ, മൂവ്മെന്റ് അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം, ചോദിച്ചതിനകത്ത് എനിക്ക് മനസ്സിലായി. ആരാധനാക്രമ പ്രാർത്ഥനകളും കരിസ്മാറ്റിക് പ്രയേഴ്സും, അതാണല്ലോ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഒത്തിരി കാര്യങ്ങൾ ഉൾച്ചേർന്നതാണ്. ഇപ്പം കരിസ്മാറ്റിക് പ്രയർ നമ്മൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നു, ഇതൊക്കെയാണ്. ദ റിയൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഈസ് ലിറ്റർജി. ഇനി ലിറ്റർജിയുടെ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഒരു എന്താ പറയാ ഒരു പോപ്പുലർ, അതിന്റെ ഒരു പുറത്തേക്ക് നീണ്ടു ചെല്ലുന്ന രൂപമാണ് നമ്മൾ നടത്തുന്ന പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ. അപ്പോൾ ഇത് നമ്മളെ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്. അതിൽ പങ്കുചേരുന്ന ഒരാൾക്ക് നിരന്തരം ആരാധിക്കാൻ ഉണ്ടാകുന്ന പ്രവണതയിൽ നിന്ന്, ആഗ്രഹത്തിൽ നിന്ന്, അതിന്റെ ഫലമാണ് മറ്റ് പോപ്പുലർ പ്രേയേഴ്സ് ഒക്കെ എമർജ് ചെയ്യുന്നത്. അപ്പം കരിസ്മാറ്റിക് പ്രയറും ഒരു പോപ്പുലർ പ്രയറിന്റെ ഗണത്തിനകത്തോട്ടാണ് വരുന്നത്. ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട്
ഇതുമായിട്ട് ബന്ധപ്പെട്ട വിധത്തിലാണല്ലോ വരുന്നത്. അപ്പം അതുകൊണ്ട് ഇതിന് രണ്ടിനും രണ്ടായിട്ടല്ല കാണേണ്ടത്, ഒന്നിന്റെ തുടർച്ച എന്നോണം കാണാം. പക്ഷെ എപ്പോഴും അതിന്റെ നോം അത് ആരാധനാക്രമമാണ്. അതിന് വിരുദ്ധമായിട്ടോ വിഘാതമായിട്ടോ അതിൽ നിന്ന് വിഭിന്നമായിട്ടോ ഒരിക്കലും ഒരു പ്രാർത്ഥന കാര്യങ്ങളും ഉണ്ടാവുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ വീട്ടിലെ കുടുംബ പ്രാർത്ഥന എന്താണ് അതിന്റെ കാര്യം? അതൊരു പോപ്പുലർ പ്രെയർ ആണ്. പക്ഷെ അതിന്റെ പ്രാധാന്യം എന്താണ്? അത് ആരാധനയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്, അതിൽ നിന്ന് തുടരേണ്ടതാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന, സഭയുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി അത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴും എനിക്ക് ഇനിയും പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന വീട്ടിലെ സ്വന്തമായ ആരാധനയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് ഈ പറഞ്ഞ പോപ്പുലർ പ്രെയർ ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തൊക്കെ വരുന്നു. ഇതെന്റെ വാക്കുകളല്ല. റാറ്റ്സിംഗർ പാപ്പ പ്രീഫെക്ട് ഓഫ് കാർഡിനലായിരിക്കെ പ്രൈവറ്റ് റെവലേഷൻസിനെ കുറിച്ച് കൊടുത്ത ക്ലാരിറ്റി, CDFന്റെ ക്ലാരിറ്റിക്കകത്തുള്ള വാക്കുകൾ ഞാനൊന്ന് ഇങ്ങനെ കലികമാക്കി പറഞ്ഞെന്ന് മാത്രം. വിശ്വസിയായിരിക്കട്ടെ. മുമ്പ് ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലാണ്, ഞാൻ നവീകരണത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം ഇത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് നവീകരണ കരിസ്മാറ്റിക് മൂവ്മെന്റില് ഈ ആരാധനക്രമത്തിന് ഒരു പ്രാധാന്യം അവിടെ കൽപ്പിക്കുന്നില്ല. അപ്പൊ അവിടെ വന്ന ഉടനെ നമ്മൾ ബൈബിൾ എടുക്കുന്നു, വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇപ്പം മംഗളവാർത്തക്കാലമാണെങ്കിലും അതുമായി ബന്ധപ്പെടുത്തിയോ ആ വായനകൾക്കോ പ്രസിദ്ധി ഇല്ലാതെ തന്നെ അവിടെ കിട്ടുന്ന സന്ദേശം അങ്ങനെ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഈ ക്ലാസ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വളരാൻ സാധിക്കും. മലങ്കര സഭയിൽ ഈ വർഷം ആരാധന വർഷം പ്രഖ്യാപിച്ചിരിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിട്ട് മാറ്റും അവരത്. അപ്പൊ ഇത് വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സഭയുടെ ആ കൂട്ടായ്മയിലും ആരാധനത്തിൽ മുൻകുന്ത് കൊടുത്തുള്ള ഒരു ആധ്യാത്മികത കെട്ടിപ്പടുത്താൻ ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഇപ്പൊ നവീകരണവും ഇത് ശരിക്കും ഒന്ന് ഇന്റർലിങ്ക് ചെയ്ത് പോകേണ്ട ഒരു കാര്യമല്ലേ എന്ന് ഞാൻ ഒരു അഭിപ്രായം ചോദിക്കുകയായിരുന്നു. ഇന്റർലിങ്ക് ചെയ്താലും പോരാ, ആരാധനാക്രമത്തിൽ നിന്ന് അത് കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. രണ്ട് എൻറ്റിറ്റികളെ തമ്മിൽ കൂട്ടിച്ചേർക്കുകയുമല്ല. ആരാധനാക്രമമാണ് ദ നോം. അതിൽ നിന്ന് ഉത്ഭവിക്കുകയോ അതിൽ നിന്ന് അതിനെ തുടരുകയോ അതിനെ കുറച്ചുകൂടെ ഒരു വൈകാരികമായ തലത്തിൽ തുടരുകയോ ഒക്കെ ചെയ്യുക മാത്രമേ ആവുള്ളൂ. ഇത് രണ്ടായി പോകാനേ പാടില്ല. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആരാധനാക്രമ കേന്ദ്രീകൃതമാണ്. കൂദാശകളും യാമപ്രാർത്ഥനകളുമാണ് ആരാധനാക്രമത്തിൽ വരുന്നത്. അവ കേന്ദ്രീകൃതമാണ്. അവയാണ് മിശിഹായാൽ സ്ഥാപിക്കപ്പെട്ടത്. അവയാണ് ഇതും നമ്മൾ കരിസ്മാറ്റിക് എന്ന് പറയുമ്പം അത് പരിശുദ്ധാരൂപി നൽകുന്ന പ്രാർത്ഥനയാണ് ഈ ലിറ്റർജി. അല്ലാണ്ട് അത് സഭ എങ്ങാണ്ട് കുറച്ച് വയസ്സായിരുന്നു, ഇത് കരിസ്മാറ്റിക് പ്രയറിനകത്ത് പരിശുദ്ധാരൂപി അങ്ങനെയല്ല. പരിശുദ്ധാരൂപി ആദ്യം മുതൽ തന്നെ ആദിമ സഭയെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിക്കാൻ സഹായിച്ച ആ പരിശുദ്ധാരൂപിയുടേതാണ് ലിറ്റർജി, റൂഹായുടേതാണ് ലിറ്റർജി. അതിനെയാണ് ഇനി അതേ പരിശുദ്ധാരൂപി തന്നെയാണ് ആ ലിറ്റർജി സ്വീകരിക്കുന്ന ആളുകൾക്ക് തുടർന്നും ദൈവത്തെ ആരാധിക്കാൻ, ഇവൻ വൈകാരികമായിട്ട് കൂടി ആരാധിക്കാൻ ഒക്കെയുള്ള കൃപയും അവസരവും കൊടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഉറവിടത്തെ തള്ളിക്കളയുന്ന ആളുകളുടെ ഈ പറയുന്ന രണ്ടാമത്തെ കാര്യങ്ങൾ അത് അർത്ഥശൂന്യമായിരിക്കും. അത് വെറുതെ ഒച്ചപ്പാടും ബഹളമായിപ്പോവും. അതിന് വിലയുണ്ടാകണമെങ്കിൽ അതിന്റെ കേന്ദ്രം ആരാധനാക്രമമായിരിക്കും. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ആരാധനക്രമത്തെ കുറിച്ച് പണ്ട് ചെറുപ്പത്തിൽ കേട്ടൊരു സംഭവം, ചെറുപ്പമല്ല കുറച്ച് മുമ്പ്, ഒരച്ഛൻ കുട്ടികളോട് ചോദിക്കാം, വേദശ കുട്ടികളോട്, മാലാഖമാരുടെ ഭക്ഷണം എന്തിട്ടാന്ന്. അപ്പോൾ കുട്ടികൾ പറയും ഇഡ്ഡലി സാമ്പാറാന്ന്. അപ്പോൾ ഞാൻ പോയിട്ട് വേറെ അച്ഛനോട് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും മാലാഖമാരുടെ ഭക്ഷണം ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഈ ആരാധനയെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഇത് വളരെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലും. പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, മാർപ്പാപ്പയുടെ കയ്യിലാണ് സ്വർഗത്തിൻ്റെ താക്കോലി ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടും കൂടി ഒരു ഉത്തരം കിട്ടിയാൽ നന്നായിരുന്നു. ഓക്കെ. മാലാഖമാരുടെ ഭക്ഷണത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഈ മാലാഖമാർക്ക് ലിറ്ററൽ അർത്ഥം, അത് ആലങ്കാരികമാണ്. ലിറ്ററലായിട്ട് മാലാഖമാർക്ക് ഭക്ഷണം ആവശ്യമില്ല. കാരണം ഭക്ഷണം അല്ല അവരുടെ ശരീരത്തെ നറിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ദൈവത്തിന്റെ ദൂതന്മാരാണ്, അവർ അരൂപികളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ദൈവത്താലാണ് അവർ ചൈതന്യവൽക്കരിക്കപ്പെടുന്നത്, അവർ ശക്തിയുള്ളവരാകുന്നത്. അവരുടെ ഊർജം എല്ലാം ദൈവമാണ്. അവർ ദൈവത്തിലാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഭക്ഷണം ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ ദൈവം തന്നെയാണ് അവരുടെ ഊർജ്ജ സ്രോതസ് എന്ന് വേണേൽ പറയാം. പിന്നെ വിശുദ്ധ കുർബാനയൊക്കെ മാലാഖമാരുടെ ഭക്ഷണം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതൊക്കെ ആലങ്കാരികമായിട്ടാണ് ഇത് വിളിക്കുന്നത്. കാരണം മിശിഹായിലായിരിക്കുന്നവരാണ് അവരെന്നുള്ളതാണ് അതിൻ്റെ. ഇനി സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എന്ന് പറയുന്നതും ലിറ്ററലായിട്ട് അല്ല എടുക്കേണ്ടത്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒരാളെ പ്രവേശിപ്പിക്കാനുള്ള അധികാരം എന്നാണ് താക്കോലിന്റെ അർത്ഥം. താക്കോൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതാണ്. നമ്മുടെ കയ്യിൽ കിച്ചന്റെ താക്കോൽ എൻ്റെ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞാൽ കിച്ചണിൽ കയറാനും എടുക്കാനും ഒക്കെയുള്ള അവകാശം എനിക്കാണ്. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആരും വേണ്ട അതിനകത്തോട്ട് കയറ്റാം എന്നൊക്കെയുള്ള എൻ്റെ അർത്ഥം. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒരാളെ പ്രവേശിപ്പിക്കാനുള്ള അധികാരം അത്
ഈ ശ്ലൈഹിക സഭയ്ക്കാണ്, സ്ലീഹന്മാർക്കാണ്, അവരുടെ തലവനായ മാർപ്പാപ്പയ്ക്കാണ്. മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ മെത്രാൻ സംഘത്തെ മൊത്തത്തിൽ സൂചിപ്പിക്കും ആണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈശോ പറഞ്ഞ ഒരു കാര്യം ഇതിന്റെ പുറകിലുണ്ട്. അതായത് ഞങ്ങൾ നിന്നെ അനുഗമിച്ച്, ഞങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക കർത്താവേ എന്ന് ഇവർ ചോദിക്കുകയാണ്. അപ്പൊ ഈശോ പറയാണ്, എന്നെ അനുഗമിച്ച നിങ്ങൾ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിക്കും എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവരെ വിധിയാളൻ ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാൻ തിരഞ്ഞെടുത്ത സ്ലീഹന്മാരായ നിങ്ങളുണ്ടായിരിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ ഒരാളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പ്രവേശിപ്പിക്കുന്നത് നിങ്ങളാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി അതിന്റെ അർത്ഥം ലിറ്ററലായിട്ടും കണക്കാക്കരുതെന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോഴൊക്കെ ഈ നാടകത്തിലൊക്കെ അവതരിപ്പിക്കുന്ന പോലെ പത്രത്തിലെ ഒരു ലിസ്റ്റും പിടിച്ചു തന്നിട്ട് നിന്റെ പേര് എവിടെയാണ്, നീ ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറയണത് പോലെയുമല്ല. പകരം ശ്ലൈഹിക പ്രബോധനത്തിനനുസരിച്ച് ജീവിക്കുന്നവർ സ്വർഗത്തിലെത്തുകയും ശ്ലൈഹിക സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായവർ തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് അതിന്റെ അർത്ഥം. അതായത് അതിന്റെ മാനദണ്ഡം സ്ലീഹന്മാരാണ്, അവരുടെ പ്രബോധനമാണ്, അവരുടെ സഭയാണ്, അവരുടെ വിശ്വാസ നിക്ഷേപമാണ് എന്നാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നവർ അവരുടെ കൂടെയുള്ളവരാണ്, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ അവരോട് കൂടെ അല്ലാത്തവരാണ്. അതായിരിക്കും നിങ്ങളുടെ വിധി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഈ താക്കോൽ പത്രോസിന്റെ കയ്യിൽ തന്നെയാണ്. പത്രോസിന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പമാർ എന്ന് പറഞ്ഞാൽ മെത്രാൻ സംഘത്തിന്റെ വിസിബിൾ സെന്ററാണ്, വിസിബിൾ സിംബൽ ഓഫ് യൂണിറ്റിയാണ്. അതുകൊണ്ട് ആ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ സംഘത്തെ സൂചിപ്പിക്കും. മാർപ്പാപ്പയുടെ കയ്യിൽ തന്നെയാണ് അതിന്റെ താക്കോൽ. ഒറ്റ വാക്കി പറഞ്ഞാൽ അതിന്റെ അവകാശം മാർപ്പാപ്പയുടെ കയ്യിൽ തന്നെയാണ്. അച്ഛാ, യേശുമിശിഹായിരിക്കട്ടെ. ഞാൻ ആൽഫയിൽ നിന്ന് കുറച്ച് തിയോളജി പഠിച്ച സമയത്ത് ലിറ്ററേച്ചർ ക്ലാസ് കേട്ടപ്പോഴാണ് പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ ഇത്രയും അർത്ഥമുണ്ട് എന്ന് മനസ്സിലാവണേ. അങ്ങനെ ഞാനൊരു ചെറിയൊരു ബുക്ക് എഴുതി, വാങ്ങി ഭക്ഷിക്കുവിനെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതി ഇമ്പ്രിമത്തൂറിന് ഞങ്ങളുടെ പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, പിതാവ് ഞങ്ങൾക്ക് ബന്ധത്തിലുള്ളതാണ്, വളരെ വ്യക്തിപരമായിട്ട് അറിയുന്നതാണ്. പിതാവ് ബുക്കിനെ കുറിച്ച് പറഞ്ഞു, ഇത് നിങ്ങൾ എഴുതേണ്ട വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ എഴുതേണ്ട വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞു. പിതാവ് ഇമ്പ്രിമത്തൂർ വന്നു വർഷങ്ങളായി, എന്നാലും പിതാവ് അങ്ങനെ പറഞ്ഞതിന് എന്താണ് പിതാവ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ പിതാവ് ഈ ബുക്ക് വായിക്കാൻ വേണ്ടി വേറൊരു അച്ഛന് കൊടുത്തു. ആ അച്ഛനെ വിളിച്ച് പിതാവ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നെന്ന്. പിതാവിന്റെ താല്പര്യം കണ്ടാണ് അച്ഛൻ പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്തതെന്ന് അച്ഛന് പറഞ്ഞു. അപ്പൊ പിതാവിന്റെ മനസ്സിനെ എന്തായിരിക്കും ഇത്തരത്തിലും ചോദിക്കാൻ ചിന്തിപ്പിച്ചത് എന്ന് എനിക്കൊന്ന് അറിഞ്ഞില്ല കൊള്ളാവുന്നുണ്ട്. എന്റെ ഒരു സമാധാനത്തിന്. അത് നന്നായി, നല്ല ചോദ്യം. അത് പേഴ്സണൽ എന്നാണേലും ചോദ്യം കറക്റ്റാണ്. അതിന്റെ ഉത്തരം ഈ ക്ലാസ്സുകളിൽ കഴിയുമ്പോഴേക്കും കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിനു മുമ്പ് ഒറ്റ വാക്കിൽ പറയാൻ ഉള്ളത് ഇതാണ്: ദൈവാരാധന സ്ലീഹന്മാർക്കാണ് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഭാഗങ്ങൾ ഇനി പറയും. ഈ ക്ലാസ് മുഴുവൻ കൂടണം കേട്ടോ, ഈ ക്ലാസ് മുഴുവൻ കൂടണം. സ്ലീഹന്മാർക്കാണ്, അവരുടെ പിൻഗാമികൾക്കാണ് പരമേൽപ്പിച്ചത്. അഥവാ മെത്രാന്മാരും മെത്രാൻ സംഘവുമാണ് ദൈവാരാധനയുടെ പരമാധികാരികൾ. അവരാണ് അതിനെ പഠിപ്പിക്കേണ്ടത്, അവരാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഞാനുമല്ല, നമ്മളാരുമല്ല. അതുകൊണ്ട് പിതാവിന്റെ ആ ചോദ്യം 100% ശരിയാണ്. അതിന്റെ അർത്ഥം നമുക്ക് ദൈവാരാധനയെ കുറിച്ച് ഒന്നും എഴുതാൻ പാടില്ല എന്നല്ല. പക്ഷേ നമ്മളൊരു പുസ്തകം, ഒരു കാര്യം എഴുതുമ്പം അത് ഒരു പ്രബോധന കാര്യമായി മാറുന്നുവല്ലോ. ആളുകൾ ഇത് വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അത് പ്രവർത്തിക്കുകയും അത് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്ത് അത് അതിന്റെ ആധികാരിക സോഴ്സിൽ നിന്നായിരിക്കണം. എന്ന് വെച്ചാൽ മറ്റേത് കാര്യത്തെക്കുറിച്ച് എഴുതുന്നേക്കാൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ആരാധനയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതിനാലാണ് പിതാവ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി പിതാവ് ആ പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലാകണമെങ്കിൽ ഈ ഡോക്യുമെന്റിന്റെ പഠനത്തിൽ ഓരോ പേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അതിനകത്ത് ഓരോ വാക്കുകളും, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കുഞ്ഞു ഭാഗം വേണമെങ്കിൽ വായിച്ചേപ്പിക്കും, ചെറിയൊരു വാചകം വായിച്ചേപ്പിക്കും, നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ്. എന്നാലും 22ാം പാരഗ്രാഫിലെ 3ാമത്തെ പോയിന്റാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റാരും, ഒരു വൈദികൻ പോലും സ്വയമേവ ആരാധനക്രമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്തു കൂടാത്തതാകുന്നു. മനസ്സിലായോ? ഒരു വൈദികൻ പോലും, ആർക്കും അതിന് അവകാശമില്ല.
ആർക്കും അതിന് അവകാശമില്ല. അപ്പൊ അതുകൊണ്ട് ആരാധനാക്രമം ഇങ്ങനെയാ പറയണെന്നൊക്കെ നമ്മൾ പറയുമ്പം അത്രമാത്രം സൂക്ഷ്മമായ പഠനത്തിന്റെ ഒരു 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 ഡോക്ടറേറ്റിന്റെ എങ്കിലൊക്കെ ഒരു പശ്ചാത്തലം ശരിക്കും പറഞ്ഞ ആവശ്യമുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടാവുന്ന ഡിഗ്രി കോഴ്സ് ഇതിനകത്തൊക്കെ ശരിക്കും അതിനെ ഡിഗ്രി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു BTH നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സഭ നിഷ്കർഷിക്കുന്ന യൂണിവേഴ്സിറ്റി വേണം, ആ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് വേണം, അതിനാവശ്യപ്പെടുന്നിടത്തോളം ക്രെഡിറ്റുകൾ വേണം. അപ്പോഴാണ് നമുക്ക്, അല്ലാത്തതിനെയൊക്കെ നമുക്കൊരു ഒരു 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 ഡിപ്ലോമ കോഴ്സെന്നോ ഒരു തിയോളജി പഠന കോഴ്സുകൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. BTH, MTH തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ എപ്പോഴും സഭയുടെ ഔദ്യോഗിക ഡിഗ്രികളാണ്, എക്ലേസിയാസ്റ്റിക്കൽ ഡിഗ്രീസ് ആണ്. എക്ലേസിയാസ്റ്റിക്കൽ ഡിഗ്രീസ് സഭയുടെ ഔദ്യോഗിക സംവിധാനത്തിലൂടെ മാത്രമേ നൽകപ്പെടാൻ പറ്റത്തുള്ളൂ. മറ്റേത് നമുക്ക് പഠിക്കാനുള്ളൊരു പ്രചോദനം മാത്രമാണ് എന്നൊക്കെയാണ് അതിൻ്റെ പുറകെയുള്ള കാര്യം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മളിത് പഠിക്കും. ഞാനൊരു കുഞ്ഞു ഭാഗം വായിച്ചത് ഒരു ചെറിയ എൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത്രമാത്രം സീരിയസ് ആണ്. അതിപ്പോൾ ഞാനിപ്പം എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും എഴുതാൻ പറ്റത്തില്ല, അത്രയും സീരിയസ് ആണ്. അതുകൊണ്ട് ആ പിതാവ് അത് പറഞ്ഞു എന്നുള്ളത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് നമ്മളെ എഴുത്ത് മോശമായതുകൊണ്ടല്ല, പകരം അത് അവരുടെ അധികാരപരിധിക്കകത്തുള്ള കാര്യമാണ്. അത്രയും. അതേസമയം നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എൻ്റെ പേഴ്സണൽ എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാം. പക്ഷെ അത് പറയുമ്പോഴും അത് പ്രോപ്പർ തിയോളജിക്കലാണോ അഥവാ സഭ അംഗീകരിച്ചതാണോ അതോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണോ അത് ഞാൻ പറയാവുന്ന എന്ന് പറയുന്ന ഒത്തിരി ചോദ്യങ്ങൾ ഓരോ വാക്കിനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് വെച്ച് തരുവാണെങ്കിൽ എനിക്കും വായിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നതിന്റെ കാരണവും പശ്ചാത്തലം എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതൊന്നും ചുരുക്കി ഒന്ന് പറയാൻ പറ്റുമോ? ഉറവിടത്തിലേക്ക് തിരിച്ചു പോകുക നമുക്ക് പിന്നീട് സംസാരിക്കും. എന്നാലും ഉറവിടത്തിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നതിന്റെ ഉള്ളർത്ഥം മിശിഹ സ്ഥാപിച്ച ആ പരിശുദ്ധ കുർബാന അതിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിൽ ലഭ്യമാകുന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കണമെന്നാണ്. ഉദാഹരണം പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും തലമുറകൾ കാലം കഴിയും തോറും അതിനകത്ത് പലതരത്തിലുള്ള വളർച്ചകളുണ്ടാകും, വികസനങ്ങളുണ്ടാകും, മാറ്റങ്ങളുണ്ടാകും. അപ്പൊ അതൊക്കെ നടക്കുമ്പോഴും ഇതിന്റെ പ്രാരംഭ ഉദാഹരണത്തിന് നമ്മൾ വെറുതെ മനസ്സിലാക്കി ഒരു വലിയ ബന്ധമില്ലാത്തൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സംഘടന ആരംഭിച്ചു, ഒരു സംഘടന അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. അസോസിയേഷൻ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ പരിശോധിക്കുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്, എന്താണ് ഈ അസോസിയേഷന്റെ സ്വപ്നം എന്തായിരുന്നു. ഇത് നമുക്ക് എവിടെ നിന്ന് അറിയാൻ പറ്റുക, അതിന്റെ ഒറിജിനിലാണ് അറിയാൻ പറ്റുക. അപ്പൊ മിശിഹായാണ് അതിന്റെ ഒറിജിൻ, ശ്രൈഹിക സഭയാണ് അതിന്റെ ഒറിജിൻ. ആ സഭയുടെ അധികാരവും ആ സഭയുടെ പ്രബോധനവുമാണ് അതിന്റെ ഒറിജിൻ. അവിടേക്ക് പോകണം എന്നാണ് നമ്മൾ അന്നേരം കാണുന്ന ഫാസിനേഷൻസിലേക്ക് ഇത് കൊള്ളാലോ തോന്നുന്നു, അതിലേക്ക് ഇങ്ങനെ പോയിക്കൂടാ എന്നൊക്കെയാണ് ഈ ഉറവിടത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നതിന്റെ ബേസിക് അർത്ഥം. കൂടുതൽ വിപുലമായ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലെ ദൈവാരാധനയെ കുറിച്ച് ഈശോ സംസാരിക്കുന്ന ഒരു ഭാഗം, എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണെന്ന് സമറിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു വചനഭാഗവും ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ആത്മാവിലും സത്യത്തിലുമാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അത് വെറും കൾട്ടിക്കല്ല എന്നാണ് അതിന്റെ ധ്വനി. അതായത് പഴയ നിയമ ആരാധന കൾട്ടിക്കാണ്, അതായത് എന്തെങ്കിലും ഒരു വസ്തു കേന്ദ്രീകൃതമാണ്, അതൊരു ആചാരമാണ് എന്നൊക്കെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ആട്ടുകുഞ്ഞിനെ കൊണ്ടിരുന്നു, കുറെ പ്രാർത്ഥന ചെല്ലുന്നു, എന്നിട്ട് അതിനെ ബലി കഴിക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അത് ഒബ്ജക്റ്റ് കേന്ദ്രീകൃതമാണ്, ഒരു കൾട്ടാണ്. നമ്മുടെ പ്രാചീന മതങ്ങളിലൊക്കെ ഉള്ളതുപോലത്തെ ഒരു കൾട്ടാണ്. എന്നാൽ ആധുനിക ബലി, അതായത് അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ബലി ആത്മാവിലും സത്യത്തിലുമാണ്. അത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ്. ബേസിക് അർത്ഥം പറയുന്നത് ആദ്യമേ ദൈവാത്മ പ്രവൃത്തിയാണ്, അത് സത്യത്തിലാണ്. സത്യം എന്താണെന്നുള്ള ചോദ്യത്തിന് വിശുദ്ധാന്തം തരുന്ന ഉത്തരം അത് മിശിഹ തന്നെയാണെന്നാണ്. അതായത് ആധുനിക അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ബലി ആരാധന അത് മിശിഹായിൽ തന്നെയാണ്, അത് പരിശുദ്ധ റൂഹായുടേതാണ്. പരിശുദ്ധ റൂഹായാൽ നയിക്കപ്പെടുന്ന, പ്രചോദിക്കപ്പെടുന്ന, പരിശുദ്ധ റൂഹ പറഞ്ഞിറങ്ങി പൂർത്തീകരിക്കുന്ന മിശിഹായുടെ ആരാധനയാണ്, പിതാവിന് അർപ്പിക്കുന്ന ആരാധനയാണത്. ആ ആരാധനയാണ് ശരിയായ ആരാധന. അതിലേക്കുള്ള ഒരുക്കം മാത്രമായിരുന്നു പഴയ കൾട്ടിക് ബലികൾ. ഉദാഹരണത്തിന് മിശിഹായുടെ കുരിശിലെ ബലിയാണ് യഥാർത്ഥത്തിലുള്ള ബലി. അതുവരെ അർപ്പിക്കപ്പെട്ട കുഞ്ഞാടുകൾക്ക് വെറും കുഞ്ഞാടായിരുന്നു. യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ആ കുഞ്ഞാട് ഈശോയാണ്. അപ്പം ഈ മിശിഹാ കേന്ദ്രീകൃതമാണ് ആരാധന എന്നും അത് പരിശുദ്ധ റൂഹായുടെ പ്രവൃത്തിയാണ് എന്നും ഒക്കെയുള്ള ധ്വനിയാണ് അതിന്റെ ഏറ്റവും കോറായിട്ടുള്ള അർത്ഥം.
പിന്നെ വേറെ സബ് മീനിങ്സ് പല കാര്യങ്ങളുണ്ട്. അത് അന്തരാത്മാവിൻ്റെ കാര്യമാണ് തുടങ്ങുന്നത്. പക്ഷേ പരിശുദ്ധ റൂഹായോടും മിശിഹായോടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പിതാവിന് അർപ്പിക്കുന്ന ആരാധന. അല്ലാതെ ചുമ്മാ ഒരു ആട്ടുംകുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതോ കുറച്ച് പുരോഹിതന്മാരുടെ ചില പ്രവൃത്തികളോ അല്ല, കൾട്ടുകളല്ല, പ്രവൃത്തികളല്ല. ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ അല്ല ഇന്ന മന്ത്രം കുറേ പ്രാവശ്യം ചെല്ലുമ്പോൾ അങ്ങനെയൊന്നുമല്ല. അത് മിശിഹായുടെ ബലിയാണ്. മിശിഹായാണ് യഥാർത്ഥത്തിൽ ഈ ആരാധന ദൈവത്തിന് അർപ്പിക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മിശിഹായാണ് അർപ്പിക്കുന്നത്. ശംശിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഒരു ചെറിയ സംശയം ചോദിക്കാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ആരാധനാക്രമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരാധനാക്രമത്തെക്കുറിച്ചെന്ന് തന്നെയല്ല, ആരാധനയെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒക്കെ പറയുമ്പം നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ലിറ്റർജിക്കൽ വേർഡ്സ് തന്നെ യൂസ് ചെയ്ത് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടിയാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്തുതിപ്പിനെ പറ്റി പറയുമ്പം നമ്മൾ ഇങ്ങനെ ഞാനൊരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതേ വേർഡ്സ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അത്രയേറെ തീക്ഷ്ണതയോടെയാണ് നമ്മൾ സ്തുതിപ്പിൽ പങ്കെടുക്കേണ്ടത്. ആ സ്തുതിപ്പിന്റെ ഏറ്റവും കൂടിയ രൂപമാണ് പരിശുദ്ധ കുർബാന. അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടിയാണ് എന്ന ലിറ്റർജിയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ലിറ്റർജിക്കൽ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്ത് അതിനെപ്പറ്റി വചനം പറയുമ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. വിശുദ്ധ കുർബാനയുടെ ലിറ്റർജിക്കൽ വേർഡ്സ് പഠിപ്പിക്കാൻ ഉപയോഗിക്കാമെന്ന്, അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല. നമ്മൾ അതിനെ ആദരവോടുകൂടെ പറയണമെന്ന് മാത്രം. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്. പരിശുദ്ധ കുർബാന ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് കോട്ട് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. അതേസമയം അതൊരു ടെക്സ്റ്റ് മുഴുവനും ഞാൻ പ്രാർത്ഥന ചെല്ലുന്നത് പോലെ, നമ്മളൊരു പ്രൈവറ്റ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അതിലൊരു പ്രാർത്ഥന ചെല്ലുന്നത് അത് അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പ്രാർത്ഥന എടുത്തിട്ട് നമ്മൾ ആ പ്രാർത്ഥന നമ്മൾ പ്രൈവറ്റായിട്ട് ചെല്ലുന്നു, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. പകരം പഠിപ്പിക്കാൻ വേണ്ടി ഓരോ ടെക്സ്റ്റിനെ എടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഇതാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേണം. ഇപ്പം എന്നോട് പറഞ്ഞില്ലേ, അതുപോലെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രം. ആളുകൾ നമ്മൾ ആ പ്രാർത്ഥന ചെല്ലുന്നു എന്ന് തോന്നിപ്പിക്കേണ്ട. അങ്ങനെ അല്ലാതെ നമ്മൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവെ, അങ്ങയെ ആരാധിക്കാനായി അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ ഒരുമിച്ച് സ്തുതിക്കുന്നു. കർത്താവെ, ഏറ്റവും മഹോന്നതമായ ആരാധന പരിശുദ്ധ കുർബാനയും ആരാധനാക്രമത്തിൻ്റെ കൂദാശകളുടെ പരികർമ്മവുമാണെന്ന് ഞങ്ങൾക്കറിയാം. അതിലേക്കാണല്ലോ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ശ്രദ്ധയോടുകൂടെ ദൈവാരാധനയെക്കുറിച്ചുള്ള പരിശുദ്ധ സഭയുടെ പ്രബോധനം ഉൾക്കൊള്ളാൻ ഞങ്ങൾ കൃപ തരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശിഹായ്ക്ക് സ്തുതി.